गणपतये नमः। ॐ शक्ति पराशक्ति ॐ नमः शिवाय। ॐ नमो नारायणाय। ॐ नमो भगवते वासुदेवाय। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। ഹര ഹരോ ഹര ഹര മുരുക. ഇന്ന് നമുക്ക് വായിക്കാനുള്ളത് സ്കന്ദപുരാണത്തിലെ താരകാസുര വധം എന്നുള്ള ഭാഗമാണ്. അപ്പോൾ അതിനു മുമ്പ് കുറച്ച് കാര്യം പറയാനുണ്ട്. ഞാൻ മിനിഞ്ഞാന്ന് വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നാമോച്ചാരണത്തിൻ്റെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ കലികാലത്തിൽ യഥാർത്ഥത്തിൽ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത്രയും വലിയ ഒരു സന്യാസിമാരാണ്. അവരെ ഞാനിപ്പോൾ ഇതിൽ പറയുന്നില്ല. പക്ഷെ അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കലികാലത്തിൽ നമുക്ക് ഒരേ ഒരു നാമം മാത്രമേ ഉള്ളൂ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട്. അത് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്നുള്ള നാമമാണ്. അപ്പം അത് എല്ലാവരും പറയുക. തീർച്ചയായിട്ടും മറ്റു നാമങ്ങൾ പറയുന്നതിനോടൊപ്പം നമ്മുടെ കലിസന്ധരണ നാമമായിട്ടുള്ള ഹരേ കൃഷ്ണ നാമവും എല്ലാവരും പറയുക. പണ്ട് നമ്മുടെ മുത്തശ്ശിമാരൊക്കെ പറഞ്ഞു തരുന്നത് ആദ്യമേ ഹരേ രാമ പറഞ്ഞിട്ട് ഹരേ കൃഷ്ണ പറയണമെന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് കലികാലം ആയതുകൊണ്ട് തന്നെ കലികാലത്തിൽ നമുക്ക് പറയേണ്ട ഒരേ ഒരു നാമം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അവർ പറയുന്നത്: ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഇങ്ങനെ പറഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ കലികാലത്ത് നിന്നൊരു രക്ഷയുള്ളൂ, മോചനമുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും മറ്റുള്ള നാമങ്ങൾ പറയുന്നവർ ഇതിലുണ്ടാവാം. എന്നാൽ ആ നാമങ്ങൾ പറയുന്നതിനോടൊപ്പം കൂടി തന്നെ കലിസന്ധരണ നാമമായിട്ടുള്ള ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്നുള്ള നാമം കൂടി പറയാം കേട്ടോ. അപ്പം അതെല്ലാവരും ശ്രദ്ധിക്കുക. കാരണം നമുക്ക് അത്രയും അറിവുള്ളവർ, അത്രയും എന്താ പറയുക, അങ്ങനെയുള്ള ഗുരുക്കന്മാരാണല്ലോ നമുക്ക് പറയുന്നത്. ബ്രഹ്മദേവൻ പോലും അംഗീകരിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ബ്രഹ്മദേവൻ പോലും അതിന് ഇതാക്കിയിട്ടുള്ള മന്ത്രമാണ്, മഹാമന്ത്രമാണ് ഈ പറയുന്ന ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് പറയുന്ന മന്ത്രം. അപ്പോൾ എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഗുരുക്കന്മാരെയും അവരെയും ബഹുമാനിക്കണം. കാരണം അവർ നമുക്ക് അത് പറഞ്ഞു തരുന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. കാരണം നമ്മുടെ കലികാലത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം എല്ലാവരും ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നവരുണ്ടായിരിക്കാം. കഴിഞ്ഞ ജന്മത്തിൽ, ഈ ജന്മത്തിൽ ചിലപ്പോൾ തെറ്റുകൾ ചെയ്തില്ലെങ്കിലും കഴിഞ്ഞ ജന്മാന്തരങ്ങളിൽ പലതരത്തിലുള്ള തെറ്റുകൾ ഉള്ളവരുണ്ടായിരിക്കാം. അപ്പോൾ ഈ തെറ്റൊക്കെ ക്ഷമിച്ചിട്ട് ഭഗവത് സന്നിധിയിലേക്ക് നമുക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു മഹാമന്ത്രമാണ്. അതിന് വേണ്ടിയിട്ടും എല്ലാ നന്മയ്ക്കും വേണ്ടിയിട്ടുള്ള ഒരു നമ്മുടെ കലികാലത്തിൽ നമ്മൾ പറയേണ്ട കലിസന്ധരണ മഹാമന്ത്രമാണ് ഈ പറയുന്ന ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്നുള്ള മന്ത്രം. അപ്പോൾ മറ്റുള്ള നാമങ്ങൾ നിങ്ങൾ ജപിക്കുന്നതിനോടൊപ്പം കൂടി തന്നെ ഈ നാമവും കൂടുതലായിട്ട് ജപിക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഗുരുക്കന്മാരെ എല്ലാവരെയും നമ്മൾ ബഹുമാനിക്കണം. കാരണം നമുക്ക് ഭഗവാൻ തന്നെ അവതാരം എടുത്തിട്ട്, ചൈതന്യ മഹാപ്രഭു ആയിട്ട് അവതാരം എടുത്ത് വന്നിട്ടാണ് ഈ ഒരു മന്ത്രം നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട്, സാധാരണക്കാരായിട്ടുള്ളവർക്ക്, എല്ലാ ജനവിഭാഗത്തിൽ പെട്ടവർക്കും ജാതിമത ഭേദമില്ലാതെ രാജ്യങ്ങളിലും ഒരു സ്ഥലങ്ങളിലും ഭേദമില്ലാതെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഉപദേശിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അവതരിച്ചതാണ്. അപ്പോൾ അതും ബഹുമാനിക്കാൻ നമ്മൾ എല്ലാ നാമങ്ങളും, മറ്റുള്ള നാമങ്ങൾ നമ്മൾ പറയുമായിരിക്കുക. അതിനോടൊപ്പം നമ്മൾ തീർച്ചയായിട്ടും ഈ കലികാലത്തിൽ നമ്മൾ പറയേണ്ട ഒരു നാമമാണ് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്നുള്ള മന്ത്രം. അപ്പം അതെല്ലാവരും പറയുക കേട്ടോ. പ്രാർത്ഥിക്കുക, ഭഗവാനോട്, ശ്രീകൃഷ്ണനോട് പ്രാർത്ഥിക്കുക, നാമവും പറയുക കേട്ടോ. അപ്പം ഇതൊക്കെ നമുക്ക് അത്രയും അറിവുള്ള, അത്രയും മഹത്തുക്കളായിട്ടുള്ള ഗുരുക്കന്മാരാണ് നമുക്കിതൊക്കെ പറഞ്ഞു തരുന്നത്. അപ്പം അവരുടെ വാക്ക് നമ്മൾ അവഗണിക്കാൻ പാടില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും പറയുന്നത്. നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ് അവർ പറഞ്ഞു തരുന്നത്. അപ്പം അത് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക, ജപിക്കുക. നമുക്ക് എത്രത്തോളം ഈ നാമം ജപിക്കാൻ കഴിയുമോ അത്രത്തോളം ജപിക്കുക. അത് ഏറ്റവും നല്ല കാര്യമാണ്. അതിലൂടെ മാത്രമേ നമുക്ക് ഒരു രക്ഷയുണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും എല്ലാവരും അത് ഫോളോ ചെയ്യാം. പിന്നെ ഇവിടെ അടുത്ത് തന്നെ ഒരു മുരുകൻ കോവിലുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുരുകക്ഷേത്രമാണ്. സ്കന്ദ ഭഗവാനാണ്. ഇപ്പം ഞാൻ പറയുന്നത് സ്കന്ദപുരാണമാണല്ലോ. അപ്പോൾ സ്കന്ദ ഭഗവാന്റെ
അമ്മാവനാണ് വിഷ്ണു ഭഗവാൻ എന്ന് പറയുന്നത്, അനന്തരവനാണ് മുരുക ഭഗവാൻ എന്ന് പറയുന്നത്. അപ്പം മുരുക ഭഗവാൻ ഇവിടെ അടുത്ത് തന്നെ ഒരു ക്ഷേത്രമുണ്ട്. അപ്പം അവിടെ ഇതേപോലെ പൂജകളും കാര്യങ്ങളും ഒക്കെ നടക്കുകയാണ്. അവിടുത്തെ നോട്ടീസ് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു, അത് അങ്ങോട്ട് മാറ്റി വെച്ചെന്ന് തോന്നുന്നു. ഞാൻ നോക്കട്ടെ എന്ന്, ജസ്റ്റ് ഇതിൽ എവിടെയോ വെച്ചു, ഞാൻ അറിയില്ല. അപ്പം ആ നോട്ടീസിൽ ഇതുപോലെ 10-ാം തീയതിയാണ് അവിടുത്തെ തിങ്കളാഴ്ച അവിടെ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ തൈപ്പൂയത്തിൻ്റെ അന്ന് കാവടി ഘോഷയാത്രയൊക്കെ ഉണ്ട്. അപ്പം ഇന്ന് എനിക്ക് പോകണമെന്ന് ഞാൻ വിചാരിച്ചതാണ്. പക്ഷേ ഇവിടെ കുറച്ച് കിച്ചണിൽ കുറച്ച് ജോലി തിരക്ക്, പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പം ഞാൻ തീർച്ചയായിട്ടും തിങ്കളാഴ്ച ഞാൻ പോവും, ക്ഷേത്രത്തിൽ പോവും. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇന്ന് നമുക്ക് വായിക്കാനുള്ളതെന്ന് വെച്ചാൽ മുരുക ഭഗവാന്റെ താരകാസുരന്റെ വധം എന്നുള്ള ഭാഗമാണ് വായിക്കാനുള്ളത്. അപ്പം ഞാനത് വായിക്കാം, നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക. കൈലാസാദ്രിയിൽ നിന്ന് ശ്രീ പരമേശ്വര ദർശനം കഴിഞ്ഞിറങ്ങിയ ശ്രീ മഹാവിഷ്ണു വായുദേവനെ വിളിച്ച് ശൂരപത്മാസുര നിഗ്രഹത്തിനായി പുറപ്പെട്ടിരിക്കുന്ന ശ്രീ സ്കന്ദദേവനെ സഹായിയായും സാരഥിയായും വർത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടു. വിഷ്ണു ഭഗവാന്റെ കൽപ്പന ശിരസാവഹിച്ച വായുദേവൻ ആകാശമാർഗത്തിൽ സഞ്ചരിച്ചിരുന്ന സ്കന്ദരഥത്തിൽ പ്രവേശിച്ച് സാരഥിയുടെ സ്ഥാനത്തിരുന്നു. ഉപവായുക്കളായ 49 വായുക്കളുടെ അകമ്പടിയോടെ രഥം പറപ്പിച്ച വായുദേവൻ ശ്രീ കുമാരദേവ സന്നിധിയിൽ ചെന്ന് രഥാരൂഢനാകുവാൻ ദേവനോട് അപേക്ഷിച്ചു. സന്തുഷ്ടനായ ശ്രീ സ്കന്ദദേവൻ രഥത്തിൽ കയറി ഉപവിഷ്ടനായി. അപ്പോൾ കൈലാസാദ്രിയിൽ നിന്ന് ശ്രീ പരമേശ്വര ദർശനം കഴിഞ്ഞിറങ്ങുകയാണ്. ആരാണ്? ശ്രീ മഹാവിഷ്ണു ഭഗവാൻ. അപ്പോൾ മഹാവിഷ്ണു ഭഗവാൻ വായുദേവനെ വിളിച്ചിട്ട് ശൂരപത്മാസുരന്റെ നിഗ്രഹത്തിനായിട്ട് സ്കന്ദദേവനെ പറഞ്ഞയക്കണമെന്ന് പറയുകയാണ്. അങ്ങനെ വിഷ്ണു ഭഗവാന്റെ കൽപ്പന ശിരസാ വഹിച്ചുകൊണ്ട് വായുദേവൻ ആകാശമാർഗത്തിൽ സഞ്ചരിക്കുന്ന സ്കന്ദരഥത്തിൽ പ്രവേശിച്ചുകൊണ്ട് സാരഥിയുടെ സ്ഥാനത്തിരിക്കുകയാണ്. അതിനുശേഷം ആരോട് പറയുകയാണ്? ശ്രീ കുമാരദേവ സന്നിധിയിലേക്ക് പോവുകയും അങ്ങനെ ശ്രീ കുമാരദേവനോട് പറയുകയാണ്, ശൂരപത്മാസുരനെ വധിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് പുറപ്പെടേണ്ടതായിട്ടുണ്ടെന്ന് പറയുകയാണ്. അങ്ങനെ സന്തുഷ്ടനായ ശ്രീ സ്കന്ദദേവൻ എന്ത് ചെയ്യുകയാണ്? ആ രഥത്തിൽ കയറി ഉപവിഷ്ടനാവുകയും അങ്ങനെ രഥാരൂഢനായ ദേവനോട് ഭഗവാൻ ദേവന്റെ കൂടെ അങ്ങനെ ആ ദുഷ്ടനായിട്ടുള്ള ശൂരപത്മാസുരനെ വധിക്കാൻ വേണ്ടിയിട്ട് സ്കന്ദ ഭഗവാൻ പോവുകയാണ്. അടർക്കളത്തിലേക്ക് എഴുന്നള്ളുന്നതിനായി സർവായുധധാരിയായി പുറപ്പെട്ട ശ്രീ സ്കന്ദദേവനെ കണ്ട് ഇനി താമസമില്ല, ശൂരപത്മാസുരൻ മരണപ്പെട്ടത് തന്നെയെന്ന് വിശ്വസിച്ച് ദേവന്മാർ ആനന്ദഭരിതരായി. അവർ സ്കന്ദദേവ സ്തുതികൾ ആലപിച്ചു. അനന്തകോടി ഭൂതങ്ങളും 2000 കോടി ശിവഗണങ്ങളും 108 സേനാനായകന്മാരും സ്കന്ദദേവന്റെ കൽപ്പനയും കാത്ത ദേവസന്നിധിയിൽ വന്ദിച്ചു നിന്നു. ഭൂതങ്ങൾ കൊമ്പ്, കുഴൽ, മുരശ്, മദ്ദളം മുതലായ വാദ്യങ്ങൾ യഥേഷ്ടം മുഴക്കി. ശ്രീ കുമാരദേവനോടൊപ്പം യുദ്ധത്തിന് വന്നിരിക്കുന്ന ഭൂതങ്ങൾ സമാന്യരല്ല. അവർ വിചാരിച്ചാൽ ലോകങ്ങളെയും ലോകവാസികളെയും വിഴുങ്ങുവാനും വിഴുങ്ങുന്നവയെ അവയുടെ ഉദരങ്ങളിൽ എരിയുന്ന ജഡരാഗ്നിയിൽ ദഹിപ്പിക്കുവാനും ശക്തിയുള്ളവരാണ്. അപ്പോൾ മുരുകദേവന് വേണ്ടിയിട്ട് ഒരുപാട് പേരവിടെ കാത്തു നിൽക്കുകയാണ്. ആ കൂട്ടത്തിൽ ഭൂതഗണങ്ങളുണ്ട്. അപ്പോൾ ഈ ഭൂതഗണങ്ങൾക്കുള്ള പവർ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഭൂതഗണങ്ങൾക്ക് ആരെ വേണമെങ്കിലും തങ്ങളുടെ ഉള്ളിലേക്ക് വിഴുങ്ങാൻ കഴിയും. വിഴുങ്ങിക്കഴിഞ്ഞാൽ ആ ജഡരാഗ്നിയിൽ അവരെ എന്ത് ചെയ്യാൻ കഴിയും? എരിച്ചു കളയാൻ, ദഹിപ്പിക്കുവാനുള്ള ആ ഒരു ശക്തിയുള്ള ഭൂതഗണങ്ങളാണ് സ്കന്ദ ഭഗവാന്റെ ഈ പറയുന്ന സ്കന്ദ ഭഗവാന്റെ യുദ്ധത്തിന് വേണ്ടിയിട്ട് സഹായിക്കാനായിട്ട് കൂടെയുള്ളത്. യുദ്ധസന്നാഹത്തോടെ കൈലാസമലയിൽ നിന്നും പുറപ്പെട്ട സ്കന്ദദേവനും സൈന്യവും ഭൂലോകത്തിൽ കൂടിയാണ് യാത്ര തിരിച്ചത്. അപ്പോഴുണ്ടായ പൊടിപടലത്തിൽ ഭൂലോകവും സ്വർഗവും വളരെ സമയത്തേക്ക് മൂടിപ്പോയി. ചതുർവിധ സേനകളുമായി പട പുറപ്പെട്ടപ്പോൾ വഴിയിൽ കണ്ട ക്രൗഞ്ചമല ദേവാദികളെ സംഭീതരാക്കി. നാരദ മഹർഷി ആ മലയെക്കുറിച്ച് ശ്രീമുരുകനെ ഇപ്രകാരം ധരിപ്പിച്ചു: ദേവദേവ, ആ കാണുന്നതാണ് ക്രൗഞ്ചമല. മഹർഷിമാരും ബ്രാഹ്മണന്മാരും ഈ വഴിയെ പോകുമ്പോൾ ഈ മല അവരെ വഴിതെറ്റിച്ച് കൊടും ചതിയിൽ കൂടി കൊന്നൊടുക്കുക പതിവാണ്. അഗസ്ത്യമുനിയുടെ ശാപമേറ്റ് ക്രൗഞ്ചമല ഇവിടെ സ്ഥിതി ചെയ്യുന്നു. ഈ ക്രൗഞ്ചമലയുടെ സമീപത്താണ് മായാപുരി. ശൂരപത്മാസുരന്റെ സഹോദരന്മാരിൽ ഒരുവനായ താരകാസുരനാണ് മായാപുരിയിൽ ആധിപത്യം നടത്തുന്നത്. അപ്പോൾ എന്ത് ചെയ്യുകയാണ്? ഈ
ഇത് ഇങ്ങനെ പോകുന്ന വഴിക്ക് ഒരു മലയുണ്ട്, അത് ക്രൗഞ്ച മല എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ക്രൗഞ്ച മലയിൽ കൂടി പോകുന്നവരെ അവിടെ നിന്ന് വഴി തിരിച്ച് വിട്ടിട്ട് ആ ക്രൗഞ്ചമലയിൽ നിന്ന് വഴിതിരിച്ച് തെറ്റിച്ചു വിടാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ അവിടുന്ന് വഴിതിരിച്ച് വിട്ടിട്ട് എന്ത് ചെയ്യും, കൊടും ചതിയിൽ കൂടി അവരെ കൊന്നൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറയുകയാണ്. അതുപോലെ ശൂരപത്മാസുരന്റെ സഹോദരന്മാരിൽ ഒരുവനായ താരകാസുരനാണ് മായാപുരിയിൽ ആധിപത്യം നടത്തുന്നത്. അപ്പൊ ഈ മായാപുരിയിൽ ആധിപത്യം നടത്തുന്നത് ആരാണ്? ശൂരപത്മാസുരന്റെ സഹോദരന്മാരിൽ ഒരാളായിട്ടുള്ള താരകാസുരനാണ് മായാപുരിയിൽ ആധിപത്യം നടത്തുന്നത്. യുദ്ധത്തിൽ മഹാവിഷ്ണുവിനെ തോൽപ്പിച്ച താരകാസുരൻ വിഷ്ണുദേവന്റെ ചക്രായുധം അപഹരിച്ച് പതക്കമായി നെഞ്ചിൽ ധരിച്ചിരിക്കുന്നവനാണ്. അപ്പം യുദ്ധത്തിൽ മഹാവിഷ്ണുവിനെ വരെ തോൽപ്പിച്ച ആളാണ് ആര്? താരകാസുരൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള താരകാസുരൻ വിഷ്ണുദേവന്റെ ചക്രായുധം അപഹരിച്ചിട്ട് പതക്കമായിട്ട് തന്റെ നെഞ്ചിൽ ധരിച്ചിരിക്കുകയാണ്. ഗജമുഖനായ താരകനെ നിഗ്രഹിച്ചാൽ ശൂരപത്മാസുര വധം എളുപ്പമാകും. അപ്പം ഗജമുഖനായിട്ടുള്ള ആ താരകനെ വധിക്കുകയാണെന്നുണ്ടെങ്കിൽ ശൂരപത്മാസുരനെയും വധിക്കാൻ എളുപ്പമായിരിക്കും എന്ന് ഇവിടെ പറയുകയാണ്. അങ്ങനെ ആര് പറയുകയാണ്? നാരദ മഹർഷി പറയുകയാണ്. നാരദ മഹർഷിയുടെ വാക്കുകൾ ശ്രവിച്ച സ്കന്ദദേവൻ അപ്രകാരം ചെയ്യാമെന്ന് സമ്മതിച്ചു. അപ്പം നാരദ മഹർഷിയുടെ ഈ വാക്കുകൾ ശ്രവിച്ച സ്കന്ദദേവൻ എന്ത് ചെയ്യുകയാണ്? അപ്രകാരം തന്നെ ചെയ്യാം എന്ന് സമ്മതിക്കുകയാണ്. മോനു മോനു കഥ ഒന്ന് അടച്ചേക്കോ മോനു, സൗണ്ട് വരുന്നുണ്ട്. അത് അങ്ങനെ അടച്ചാൽ പറ്റത്തില്ല, അവിടെ ഒരു എന്തെങ്കിലും എടുത്തു വെക്കണം, അല്ലെങ്കിൽ ഇത് വീണ്ടും പോവും, അല്ലെങ്കിൽ കുറ്റി ഇടേണ്ടി വരും. ഹരേ കൃഷ്ണ, ഹര ഹരോ ഹര ഹര. അവിടുന്ന് സൗണ്ട് വരുന്നുണ്ട്, അപ്പൊ നിങ്ങൾക്കത് ഡിസ്റ്റർബൻസ് ആയിരിക്കും, കേൾക്കാൻ പറ്റത്തില്ല. അതുപോലെ ഇവിടുന്ന് ലൈറ്റ് വെട്ടം അടിക്കുന്നുണ്ട്, അതൊന്നും അടച്ചേക്കാം ഞാൻ ജനലിൻ്റെ. അപ്പം കറക്റ്റായിട്ട് നിങ്ങൾക്ക് ആ വെട്ടം അറിയാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പം അങ്ങനെ യുദ്ധത്തിൽ മഹാവിഷ്ണുവിനെ തോൽപ്പിച്ച താരകാസുരൻ വിഷ്ണുദേവന്റെ ചക്രായുധം അപഹരിച്ച് പതക്കമായിട്ട് നെഞ്ചിൽ ധരിച്ചിരിക്കുന്നവനാണ്. ഗജമുഖനായ താരകനെ നിഗ്രഹിച്ചാൽ ശൂരപത്മാസുര വധം എളുപ്പമാവും. അപ്പം ഗജമുഖനായിട്ടുള്ള ആ താരകാസുരനെ വധിക്കുകയാണെന്നുണ്ടെങ്കിൽ ശൂരപത്മാസുരനെ വധിക്കുന്ന കാര്യം എളുപ്പമാകും എന്നിങ്ങനെ പറയുകയാണ്. നാരദ മഹർഷിയുടെ വാക്കുകൾ ശ്രവിച്ച് സ്കന്ദദേവൻ അപ്രകാരം ചെയ്യാമെന്ന് സമ്മതിച്ചു. എന്നാൽ ശൂരപത്മാസുരന്റെ അനുജനായ താരകാസുരനെ നിഗ്രഹിക്കാൻ തനിക്ക് അവസരം തരണമെന്ന് വീരബാഹു സ്കന്ദദേവനോട് അഭ്യർത്ഥിച്ചു. വീരബാഹുവിന്റെ ആത്മവിശ്വാസവും ആത്മാർത്ഥതയും കണ്ട് ഭഗവാൻ പുഞ്ചിരിച്ചു. തുടർന്ന് വീരബാഹുവിന്റെ അപേക്ഷ അംഗീകരിച്ച ശ്രീമുരുകൻ ഭൂതഗണങ്ങളോടും വീരബാഹുവിനെ അനുഗമിക്കാൻ കൽപ്പിച്ചു. പലവിധ ആയുധങ്ങളും കുതിരകൾ, സിംഹങ്ങൾ മുതലായവ പൂട്ടിയ രഥങ്ങൾ നൽകി കുമാരദേവൻ അവരെ അനുഗ്രഹിച്ചു. വീരാതിവീരനായ വീരബാഹുവും മറ്റുള്ള വീരന്മാരും ശ്രീ മുരുകദേവനെ തൊഴുത് രഥങ്ങളിൽ കയറി ജയാജയാരവം ഉയർത്തിക്കൊണ്ട് യുദ്ധകളത്തിലേക്ക് യാത്ര തിരിച്ചു. അങ്ങനെ എന്ത് ചെയ്യുകയാണ്? ഈ ശൂരപത്മാസുരനെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ട് വീരബാഹു സ്കന്ദദേവനോട് ഒരു അവസരം ചോദിക്കുകയാണ്. അങ്ങനെ അതിന് ഭഗവാൻ പുഞ്ചിരിക്കുകയാണ്. അങ്ങനെ വീരബാഹുവിന്റെ അപേക്ഷ അംഗീകരിക്കുകയാണ് സ്കന്ദ ഭഗവാൻ, മുരുക ഭഗവാൻ. അതിനുശേഷം അവർ യുദ്ധത്തിന് വേണ്ടിയിട്ട് പുറപ്പെടുകയാണ്. വീരബാഹു മായാപുരിയിലെത്തി. നഗരത്തിൽ പ്രവേശിച്ച ഭൂതങ്ങൾ കണ്ണിൽ കാണപ്പെട്ട അസുരന്മാരെ എല്ലാം അടിച്ചും ഇടിച്ചും കടിച്ചും തൊഴിച്ചും വിരട്ടി ഓടിച്ചു. ശരീരാവയവങ്ങൾ ഒടിഞ്ഞു നുറുങ്ങിയ അസുരന്മാർ വേദന കൊണ്ട് പുളഞ്ഞ് മുറവിളി കൂട്ടി. വിവരം ഞൊടിയിടയ്ക്കുള്ളിൽ താരകാസുര കർണങ്ങളിലെത്തി. കോപാക്രാന്തനായ താരകാസുരൻ അണ്ടകടാഹങ്ങളും നടുങ്ങി വിറയ്ക്കുമാറി ഗർജിച്ചു. അവന്റെ കണ്ണുകളിൽ കോപാഗ്നി ജ്വാലകൾ പാറിപ്പറന്നു. അല്പന്മാരായ ദേവപരീക്ഷകൾ നമ്മുടെ മായാനഗരത്തെ ആക്രമിക്കുന്നതിന് ഒരുമ്പെട്ട് വന്നിരിക്കുന്നു അത്രേ. കത്തിജ്വലിക്കുന്ന അഗ്നികുണ്ഡമാണ് താരകാസുരൻ എന്നറിയാതെ ഈയാമ്പാറ്റകളായ ദേവന്മാർ ചിറകു നഷ്ടപ്പെട്ട് പിടഞ്ഞു മരിക്കുന്നതിന് എത്തിയിരിക്കുന്നു പോലും. ആരവിടെ? ദുന്ദുബികൾ മുഴങ്ങട്ടെ, യുദ്ധകാഹളധ്വനി ഉയരട്ടെ, ചതുരംഗ സേനകൾ അണിനിരക്കട്ടെ, നമ്മുടെ രഥം തയ്യാറാകട്ടെ. മഹാമേരു പർവ്വതത്തെ പോലെ ഭീമാകാരനായ താരകാസുരൻ തന്റെ അജയായുധമായ വൈരദണ്ഡും കയ്യിലേന്തി സിംഹങ്ങളെ പൂട്ടിയ രഥത്തിൽ പല കോടി അസുരവീരന്മാരുടെ അകമ്പടിയോടെ യുദ്ധത്തിന് പുറപ്പെട്ടു. അങ്ങനെ എന്ത് ചെയ്യുകയാണ്? അവര് എല്ലാവരും കൂടി ചേർന്നിട്ട് യുദ്ധത്തിന് പുറപ്പെടുകയാണ്. ആ സമയത്ത് ഭൂതഗണങ്ങളെല്ലാം തന്നെ എന്ത് ചെയ്യുകയാണ്? ഈ ദുഷ്ടന്മാരായിട്ടുള്ള അസുരന്മാരെ എല്ലാം ഇതുപോലെ ഭക്ഷിക്കുകയാണ്. എന്നിട്ട് ആ ജഡരാഗ്നിയിൽ ദഹിപ്പിക്കുകയാണ്. അങ്ങനെ ഘോരമായിട്ടുള്ള യുദ്ധമാണ് അവിടെ ആ സമയത്ത് അരങ്ങേറുന്നത്.
എണ്ണമില്ലാത്ത അസുരപ്പടകളെ കണ്ട് ഭൂതങ്ങൾ സ്കന്ദദേവനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പിഴുതെടുക്കപ്പെട്ട വൻമരങ്ങളും മലശിഖരങ്ങളും കുന്നുകളും ശൂലങ്ങളും ചക്രായുധങ്ങളും ദണ്ഡുകളും അസുരപ്പടയ്ക്ക് നേരെ ഊക്കോടെ പ്രയോഗിച്ചു. അസുരന്മാർ ഭൂതങ്ങളെ ലക്ഷ്യമാക്കി അസ്ത്രങ്ങളും ശൂലം, ഖഡ്ഗം, ഗദ, ചക്രം മുതലായ ആയുധങ്ങളും ഇടതടവില്ലാതെ വർഷിച്ചു. അങ്ങനെ എന്ത് ചെയ്യുകയാണ്? എണ്ണമില്ലാതെ അസുരപ്പടകളെ കണ്ട് ഭൂതങ്ങൾ സ്കന്ദദേവനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പിഴുതെടുക്കപ്പെട്ട വൻമരങ്ങൾ, കുറെ വൻമരങ്ങളൊക്കെ ഈ ഭൂതഗണങ്ങളെ പിഴുതെടുക്കും. എന്നിട്ട് ഈ മരങ്ങളെല്ലാം കൊണ്ട് എന്ത് ചെയ്യുകയാണ്? ദുഷ്ടന്മാരായുള്ള അസുരന്മാരെ എല്ലാം താടിക്കുകയാണ്. അങ്ങനെ അസ്ത്രങ്ങളും ശൂലം, ഖഡ്ഗം, ഗദ, ചക്രം മുതലായ ആയുധങ്ങളും ഇടതടവില്ലാതെ അവിടെ വർഷിക്കുകയാണ്. ഘോരഘോരമായ യുദ്ധം നടക്കുകയായി. നീതിയും അനീതിയും തമ്മിലുള്ള യുദ്ധം, ധർമ്മവും അധർമ്മവും തമ്മിലുള്ള യുദ്ധം. വിലാപങ്ങളും ദീനരോധനങ്ങളും ഉയർന്നു. രക്തപ്പുഴകൾ നാനാഭാഗങ്ങളിലേക്ക് ഒഴുകി. കബന്ധങ്ങളും അറ്റുവീണ കരചരണങ്ങളും ഭൂമിയിൽ കുമിഞ്ഞുകൂടി. ആർത്തനാദങ്ങൾ ഉയർന്നു. അസുരന്മാരും ഭൂതങ്ങളും തെരുതെരെ മരിച്ചു വീണു. ഭൂതങ്ങൾ അസുരന്മാരെ വധിക്കുന്നത് കണ്ട് താരകാസുരൻ കോപക്രാന്തനായി. അപ്പൊ ഈ ഭൂതങ്ങളെല്ലാം തന്നെ എന്ത് ചെയ്യുകയാണ്? ഈ അസുരന്മാരെ എല്ലാം തുരുതുരെ വധിക്കുകയാണ്. അപ്പൊ ഈ അസുരന്മാരെ എല്ലാം ഭൂതങ്ങൾ വധിക്കുന്നത് കാണുമ്പോഴേക്ക് താരകാസുരന് വളരെയധികം കോപം ഉണ്ടാവുകയാണ്. തന്റെ വൈരദണ്ഡവും ചുഴറ്റിക്കൊണ്ട് രഥത്തിൽ നിന്ന് ചാടിയിറങ്ങി ഇടിനാദത്തെ പോലെ ഗർജിച്ചുകൊണ്ട് വൈരദണ്ഡ് വീശി അയാൾ പല ഭൂതന്മാരെയും വധിച്ചു. താരകാസുരന്റെ മിന്നൽ വേഗത്തിലുള്ള കടന്നാക്രമണത്തിൽ ഭൂതന്മാർ ഭയവിഭ്രാന്തരായി. വീരപുത്രന്മാർ കോപാകുലരായി അമ്പും വില്ലുമേന്തി താരകാസുരനെ നേരിട്ടു. അവർ താരകാസുരന് നേരെ അസ്ത്രമഴ വർഷിച്ചു. പക്ഷേ അവയൊന്നും താരകാസുരനെ സ്പർശിച്ചില്ല. താരകാസുരൻ ലക്ഷം വീരന്മാരെ നോക്കി പരിഹസിച്ചു ചിരിച്ചു. അപമാനവും കോപവും കൊണ്ട് കലിതുള്ളിയ ലക്ഷം വീരന്മാർ താരകാസുരന് നേരെ ദേവായുധങ്ങൾ പ്രയോഗിച്ചു. എന്നാൽ അവ താരകാസുരന്റെ മേനിയിൽ തട്ടി തവിടുപൊടിയായി. കോപാവേശത്തോടെ തന്റെ വൈരദണ്ഡ് കറക്കിയ താരകാസുരൻ ലക്ഷം വീരന്മാരുടെ കുതിരകളെയും രഥങ്ങളെയും തകർത്തു. അയാൾ അവരെ പിടിച്ച് സമുദ്രത്തിലേക്ക് വലിച്ചെറിഞ്ഞു. സമുദ്രത്തിൽ പതിച്ച ലക്ഷം വീരന്മാർ ശക്തി നശിച്ച് അവശരായി. അപ്പോ ഈ വീരന്മാരെ എല്ലാം എന്ത് ചെയ്യുകയാണ്? അവര് കോപാവശ്യത്തോടെ വൈരദണ്ഡ് കറക്കിയ താരകാസുരൻ ലക്ഷക്കണക്കിന് ഭൂതന്മാരെയും ആ വീരന്മാരുടെ കുതിരകളെയും രഥങ്ങളെയും എല്ലാം തകർക്കുകയാണ്. അതിനുശേഷം അയാൾ എന്ത് ചെയ്യുകയാണ്? ആ താരകാസുരൻ ആ ഭൂതന്മാരെ എല്ലാം പിടിച്ച് കറക്കിക്കൊണ്ട് സമുദ്രത്തിലേക്ക് ലക്ഷം വീരന്മാരെ ഇങ്ങനെ എറിയുകയാണ്. അപ്പൊ അവര് ശക്തി നശിച്ചവരായിട്ട് മാറുകയാണ്. ഇവയെല്ലാം ദർശിച്ച് കോപാകുലനായ വീരകേസരി താരകാസുരന് നേരെ പാഞ്ഞെടുത്തു. ശ്രീ സ്കന്ദദേവനെ ധ്യാനിച്ചുകൊണ്ട് 100 അസ്ത്രങ്ങൾ താരകാസുരനെ ലക്ഷ്യമാക്കി ഒരുമിച്ച് പ്രയോഗിച്ചു. അവ ചെന്ന് പതിച്ച് താരകാസുരന്റെ കിരീടം തെറിച്ച് തറയിൽ വീണു. ആ അപമാനത്തിൽ ആക്രോശിച്ചുകൊണ്ട് താരകാസുരൻ തന്റെ വൈരദണ്ഡ് വീരകേസരിക്ക് നേരെ പ്രയോഗിച്ചു. പ്രസ്തുത ദണ്ഡ് നെഞ്ചിൽ പതിച്ച് വീരകേസരി ബോധഹീനനായി തറപറ്റി. അതുകണ്ട് പരാക്രമശാലിയായ വീരബാഹു താരകാസുരനെ നേരിടാൻ ഒരുങ്ങി. വീരബാഹുവും താരകാസുരനും തമ്മിൽ ഘോരമായ യുദ്ധം നടന്നു. മേഘങ്ങൾ മേഘങ്ങളോട് ഏറ്റുമുട്ടുന്നത് പോലെയും സമുദ്രവും തമ്മിൽ അടരാടുന്നത് പോലെയും തുല്യശക്തികളായ വീരബാഹുവും താരകാസുരനും ഉഗ്രമായ യുദ്ധം നടത്തി. ഒടുവിൽ വീരബാഹുവിന്റെ അസ്ത്രങ്ങൾ താരകാസുരന്റെ ചാപം മുറിച്ചു. ദിക്കെട്ടും പൊട്ടുമാറ് ഗർജിച്ചുകൊണ്ട് താരകാസുരൻ വീരബാഹുവിന് നേരെ ത്രിശൂലായുധം പ്രയോഗിച്ചു. തീപ്പൊരികൾ തുപ്പിക്കൊണ്ട് വായുവേഗത്തിൽ പാഞ്ഞുവന്ന് ആ ശൂലായുധം വീരബാഹുവിന്റെ നെഞ്ചിൽ പതിച്ചു. ആ ആഘാതത്തിൽ പരാക്രമശാലിയായ വീരബാഹു ബോധം നഷ്ടപ്പെട്ട് നിലം പതിച്ചു. അങ്ങനെ വീരബാഹുവിനെ അതുപോലെ എന്ത് ചെയ്യുകയാണ്? തിരിച്ച് ഈ അസുരന്മാരെ ആക്രമിക്കുകയാണ്. അങ്ങനെ അസുരന്മാരുടെ ആ ആക്രമണത്തിൽ വീരബാഹുവും അവിടെ നിലം പതിക്കുകയാണ്. ഇത് കണ്ട് സന്തുഷ്ടനായ താരകാസുരൻ ഇടിവെട്ടുന്നത് പോലെ അട്ടഹസിച്ചു. അപ്പൊ ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്ന താരകാസുരൻ എന്ത് ചെയ്യുകയാണ്? ഇടിവെട്ടുന്നത് പോലെ ഇങ്ങനെ അട്ടഹസിക്കുകയാണ്. നവവീരന്മാരിൽ അവശേഷിച്ച 7 പേരും താരകാസുരനുമായി ഏറ്റുമുട്ടി പരാജയപ്പെട്ട അപ്പോഴേക്കും ബോധം തെളിഞ്ഞെഴുന്നേറ്റ വീരബാഹു വീണ്ടും താരകാസുരനുമായി ഏറ്റുമുട്ടി. അതിനുശേഷം ഈ ബോധരഹിതനായി കിടക്കുന്ന വീരബാഹു എന്ത് ചെയ്യുകയാണ്? വീണ്ടും താരകാസുരനുമായിട്ട് ഏറ്റുമുട്ടുകയാണ്. വീരബാഹുവും താരകാസുരനും തമ്മിൽ ഘോരമായ യുദ്ധം നടന്നു. അതിനുശേഷം ഈ വീരബാഹുവും അതുപോലെ തന്നെ താരകാസുരനും തമ്മിൽ എന്ത് ചെയ്യുകയാണ്? ഘോരമായിട്ടുള്ള യുദ്ധം നടക്കുകയാണ്. ചാപം വളച്ചു കുലച്ച വീരബാഹുവിന്റെ ഞാണൊലിയിൽ മലകൾ തകർന്നു വീണു. അസുരന്മാർ കാതുകൾ പൊത്തിക്കൊണ്ട് ഓടി ഒളിച്ചു. നിന്റെ മരണം ആസന്നമായി എന്ന് ആക്രോശിച്ചുകൊണ്ട് വീരബാഹു താരകാസുരനെ എതിരിട്ടു. അത് കേട്ട് അട്ടഹസിച്ചു ചിരിച്ചുകൊണ്ട് താരകാസുരൻ പറഞ്ഞു,
വ്യാമോഹങ്ങൾക്ക് അർത്ഥവുമില്ല, അതിർത്തിയുമില്ല. നമ്മുടെ മാർവിടം അലങ്കരിച്ചിരിക്കുന്ന ഈ ചക്രം നിങ്ങൾ ദൈവമെന്ന് പറഞ്ഞ് സ്തുതിച്ചു നടക്കുന്ന ഭീരുവായ മഹാവിഷ്ണുവിൻ്റെതാണ്. യുദ്ധത്തിൽ നാം പരാജയപ്പെടുത്തിയ നാരായണൻ പ്രാണരക്ഷാർത്ഥം നമുക്ക് സമ്മാനിച്ച വിഷ്ണു ചക്രമാണിത്. യുദ്ധത്തിൽ നമ്മെ തോൽപ്പിച്ച് നിഗ്രഹിക്കുമെന്നു പറയുന്ന നീ അവനേക്കാൾ എത്രയോ നിസാരൻ. അപ്പോൾ ഈ ഭൂതഗണങ്ങളും അപ്പോൾ ഈ അസുരന്മാരും അതുപോലെ തന്നെ ഈ ദുഷ്ടനായിട്ടുള്ള താരകാസുരനും പറയുകയാണ്, നിന്നെ ഞാൻ നിഷ്പ്രയാസം വധിക്കുന്നതാണ് എന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന ഉടനെ വീരബാഹു പറയുകയാണ്, വിഷ്ണു ഭഗവാനുമായിട്ട് ഞാനൊരു യുദ്ധം ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ യുദ്ധം ചെയ്ത സമയത്ത് ഞാൻ ആ യുദ്ധത്തിൽ വിഷ്ണു ഭഗവാനെ ജയിച്ചിരുന്നു. ആ സമയത്ത് എനിക്ക് വിഷ്ണു ഭഗവാൻ തന്നതാണ് ഈ ചക്രം, എൻ്റെ മാറിടത്തിലുള്ള ഈ ചക്രം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നീ ആ വിഷ്ണു ഭഗവാനെക്കാളിലും വലിയവനല്ല, അതുകൊണ്ട് നിനക്ക് ഒരിക്കലും എന്നെ വധിക്കാൻ സാധിക്കുന്നതല്ല എന്നിങ്ങനെ വീരബാഹു പറയുകയാണ്. താരകാസുരൻ പറഞ്ഞത് കേട്ട് കോപത്തോടെ വീരബാഹു 1000 അസ്ത്രങ്ങൾ അവന് നേരെ തൊടുത്തുവിട്ടു. അതിനുശേഷം വീരബാഹു എന്ത് ചെയ്യുകയാണ്, 1000 അസ്ത്രങ്ങൾ അവന് നേരെ തൊടുത്തുവിടുകയാണ്, താരകാസുരന് നേരെ തൊടുത്തുവിടുകയാണ്. അതിനു മറുപടിയായി 1000 അസ്ത്രങ്ങൾ താരകാസുരനും പ്രയോഗിച്ചു. അപ്പൊ അതിന് മറുപടിയായിട്ട് 1000 അസ്ത്രങ്ങൾ താരകാസുരനും തിരിച്ച് പ്രയോഗിക്കുകയാണ്. ആ ശരങ്ങളേറ്റ് വീരബാഹു പ്രയോഗിച്ച അസ്ത്രങ്ങൾ തകർന്നു നിലം പതിച്ചു. അപ്പൊ ആ ശരങ്ങളേറ്റ് വീരബാഹു പ്രയോഗിച്ച ആ അസ്ത്രങ്ങളെല്ലാം തന്നെ തകർന്ന് നിലം പതിക്കുകയാണ്. ക്ഷണനേരം കൊണ്ട് വീരബാഹുവിന് നേരെ താരകാസുരൻ 100 ശരങ്ങൾ പ്രയോഗിച്ചു. ക്ഷണനേരം കൊണ്ട് വീരബാഹുവിന് നേരെ താരകാസുരനും എന്ത് ചെയ്യുകയാണ്, 100 കണക്കിന് ശരങ്ങൾ പ്രയോഗിക്കുകയാണ്. 100 ശരങ്ങൾ തൊടുത്തുവിട്ട് താരകാസുര അസ്ത്രങ്ങളെ വീരബാഹു തറപറ്റിച്ചു. അപ്പൊ ഈ 100 ഇതേപോലുള്ള അസ്ത്രങ്ങളും വരികയാണ്. ഈ 100 അസ്ത്രങ്ങളെയും വീരബാഹു നിമിഷ നേരം കൊണ്ട് തറപറ്റിക്കുകയാണ്. അസ്ത്രപ്രയോഗത്തിൽ നിപുണനായ വീരബാഹുവിനെ തോൽപ്പിക്കുക എന്നത് അസാധ്യമാണെന്ന് മനസ്സിലാക്കിയ താരകാസുരൻ വീരബാഹുവിന് നേരെ ആഗ്നേയാസ്ത്രം പ്രയോഗിച്ചു. അപ്പം വീരബാഹുവിനെ തോൽപ്പിക്കുന്നത് അസാധ്യമാണ് എന്ന് വിചാരിച്ച ആ താരകാസുരൻ അവസാനം എന്ത് ചെയ്യുകയാണ്, ആഗ്നേയാസ്ത്രം എന്ന് പറയുന്ന ഒരു അസ്ത്രമുണ്ട്, ആ ആഗ്നേയാസ്ത്രം പ്രയോഗിക്കുകയാണ്. ആഗ്നേയാസ്ത്രത്തെ വരുണാസ്ത്രം കൊണ്ട് നേരിട്ട വീരബാഹു താരകാസുരന് നേരെ നാഗാസ്ത്രം പ്രയോഗിച്ചു. അപ്പം ആഗ്നേയാസ്ത്രത്തെ വരുണാസ്ത്രം കൊണ്ട് വീരബാഹു നേരിടുകയാണ്. അപ്പൊ താരകാസുരന് നേരെ നാഗാസ്ത്രം പ്രയോഗിക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യുകയാണ്, വീരബാഹു താരകാസുരന് നേരെ നാഗാസ്ത്രം പ്രയോഗിക്കുകയാണ്. നാഗാസ്ത്രത്തെ ഗരുഡാസ്ത്രം കൊണ്ട് നേരിട്ട് താരകാസുരൻ വീരബാഹുവിനെ ലക്ഷ്യമാക്കി സൂര്യാസ്ത്രം പ്രയോഗിച്ചു. അപ്പം നാഗാസ്ത്രത്തെ എന്ത് ചെയ്യുകയാണ്, ഈ താരകാസുരൻ ഗരുഡാസ്ത്രം കൊണ്ട് നേരിടുകയാണ്. അതിനുശേഷം താരകാസുരൻ എന്ത് ചെയ്യുകയാണ്, വീരബാഹുവിനെ ലക്ഷ്യമാക്കിയിട്ട് സൂര്യാസ്ത്രം പ്രയോഗിക്കുകയാണ്. ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ച് സൂര്യാസ്ത്രത്തെ നിഷ്പ്രഭമാക്കിയ വീരബാഹു ഒന്നിനു പുറകെ ഒന്നായി താരകാസുരന് നേരെ 3 ദിവ്യാസ്ത്രങ്ങൾ പ്രയോഗിച്ചു. അപ്പൊ അങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് എന്ത് ചെയ്യുകയാണ്, ഈ താരകാസുരന് നേരെ ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ചിട്ട് ഈ സൂര്യാസ്ത്രത്തെ വീരബാഹു നിഷ്പ്രഭമാക്കുകയാണ്. അതിനുശേഷം ഒന്നിനു പുറകെ ഒന്നായിട്ട് വീരബാഹു എന്ത് ചെയ്യുകയാണ്, ഈ താരകാസുരന് നേരെ 3 ദിവ്യാസ്ത്രങ്ങൾ തൊടുത്തുവിടുകയാണ്. വീരബാഹുവിനെ മായാജാലങ്ങളിൽ കൂടി തോൽപ്പിക്കുന്നതാണ് എളുപ്പമെന്ന് താരകാസുരൻ നിശ്ചയിച്ചു. അപ്പം ഈ വീരബാഹുവിനെ മായാജാലങ്ങളിൽ കൂടെ തോൽപ്പിക്കുന്നതാണ് എളുപ്പമെന്ന് ആര് വിചാരിക്കുകയാണ്, താരകാസുരൻ വിചാരിക്കുകയാണ്. അവൻ മായാമന്ത്രങ്ങൾ ഉച്ചാരണം ചെയ്തു. അപ്പം ഈ താരകാസുരൻ എന്ത് ചെയ്യുകയാണ്, മായാമന്ത്രങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ്. താരകാസുരൻ പല രൂപങ്ങളിലായി പ്രത്യക്ഷപ്പെട്ടു. തന്റെ മായാജാലത്താൽ പലരായി പല ഭാഗങ്ങളിൽ നിന്ന് മഴ വർഷിച്ചു. എങ്ങും എവിടെയും നിറഞ്ഞു നിന്ന് ശരവർഷം തൂകുന്ന താരകാസുരന്റെ ഘോരമായ യുദ്ധം കണ്ട് ദേവന്മാർ അന്തം വിട്ടുനിന്നു. ഭൂതന്മാരാകട്ടെ താരകാസുരന്റെ മിന്നലാക്രമണത്തിൽ ഭയന്ന് നാനാഭാഗങ്ങളിലേക്ക് ഓടി. സന്തുഷ്ടരായ അസുരവീരന്മാർ വിജയലഹരികളിൽ ഉന്മത്തരായി തീർന്നു. അപ്പൊ ഈ താരകാസുരന്റെ യുദ്ധം കണ്ടിട്ട്, ഇങ്ങനെയുള്ള യുദ്ധങ്ങളൊക്കെ കണ്ടിട്ട് ദേവന്മാരൊക്കെ വളരെയധികം ഭയപ്പെടുകയാണ്. ദേവന്മാരൊക്കെ ഭയന്ന് ഓടുകയാണ്. അതുപോലെ ഭൂതഗണങ്ങളും ഭയന്ന് ഓടുകയാണ്. എന്നിട്ട് അസുരവീരന്മാര് ഇങ്ങനെ വിജയിക്കുന്നത് കാണുമ്പോൾ ആ അസുരന്മാരെല്ലാം തന്നെ വളരെയധികം വിജയലഹരിയിൽ ആറാടുകയാണ്. ഉന്മത്തരായി അവര് തീരുകയാണ്. ധർമ്മയുദ്ധത്തിൽ മായം കലർത്തുന്ന താരകാസുരന്റെ ദുഷ്പ്രവണതയിൽ ശുഭിതനായ വീരബാഹു വീരഭദ്രായുധം കയ്യിലേന്തി നിന്നു.
അതിന്റെ ജ്വലനത്തിൽ സൂര്യനെ കണ്ട് ഓടി ഒളിക്കുന്ന ഇരുട്ട് പോലെ മായാരൂപങ്ങൾ നഷ്ടപ്പെട്ട താരകാസുരൻ ഏകനായി ഭവിച്ചു. പ്രാണഭീതി പൂണ്ട അയാൾ രഥത്തിൽ നിന്നിറങ്ങി ഓടി. തോറ്റോടുന്നവന് നേരെ ആയുധം പ്രയോഗിക്കുന്നത് ധർമ്മമല്ല. അതിനാൽ വീരബാഹു താരകാസുരന് നേരെ വീരഭദ്രായുധം പ്രയോഗിച്ചില്ല. പരാജയഭീതി കൊണ്ടോടിയ താരകാസുരനെ അന്വേഷിച്ചു കണ്ടുപിടിച്ച് കൈകാലുകൾ ബന്ധിച്ച് ശ്രീ സ്കന്ദദേവന് മുമ്പിൽ സമർപ്പിക്കണമെന്നു കരുതിയ വീരബാഹു താരകാസുരനെ പിന്തുടർന്നു. ചതിപ്രയോഗങ്ങൾ കൊണ്ട് മാത്രം വിജയം വരിച്ചു വരുന്ന താരകാസുരൻ മായാജാലങ്ങളുടെ ഉറവിടമായ ക്രൗഞ്ചമലയിലുള്ള ഒരു ഗുഹയിൽ ഒളിച്ചു. ഗുഹയിലെ ഇരുട്ടിൽ കടന്ന് വീരബാഹു താരകാസുരനെ തിരഞ്ഞു. പക്ഷേ അസുരനെ കണ്ടുപിടിക്കുവാൻ സാധിച്ചില്ല. അങ്ങനെ വീരബാഹു ഓടി ഒരു ഗുഹയ്ക്കകത്ത് കയറി ഒളിക്കുകയാണ്. എന്നിട്ട് അവിടെയൊക്കെ ഈ താരകാസുരനെ നോക്കുകയാണ്. താരകാസുരൻ അതിനു മുമ്പേ ആ ഗുഹയിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെയെല്ലാം ഇങ്ങനെ വീരബാഹു ആ താരകാസുരനെ അന്വേഷിക്കുകയാണ്. എന്നിട്ടൊന്നും ആ അസുരനെ കണ്ടുപിടിക്കാൻ വീരബാഹുവിന് സാധിക്കുന്നില്ല. പുറത്തേക്ക് കടക്കുന്നതിനുള്ള വഴി പിടിക്കുവാനും വീരബാഹുവിന് കഴിഞ്ഞില്ല. അപ്പൊ പുറത്തേക്ക് കടക്കാനുള്ള വഴി നോക്കിയിട്ട് അങ്ങനെ ഒരു വഴി കണ്ടുപിടിക്കാനും ഈ വീരബാഹുവിന് കഴിയുന്നില്ല. ഇത് തന്നെ തക്ക സമയമെന്ന് കരുതിയ ക്രൗഞ്ചാസുരൻ വീരബാഹുവിന്റെ ബുദ്ധി നശിപ്പിച്ച് താൻ ആരാണെന്നുള്ള ഓർമ്മ പോലും നഷ്ടപ്പെടുത്തി. പൂർവ്വകാല സ്മരണകൾ നഷ്ടപ്പെട്ട വീരബാഹു ഒന്നൊന്നും അറിയാത്തവനെ പോലെ മയങ്ങിക്കിടന്നു. അപ്പം എന്താണ് ക്രൗഞ്ചാസുരൻ എന്ത് ചെയ്യുകയാണ്? വീരബാഹുവിന്റെ ബുദ്ധി നശിപ്പിച്ച് താൻ ആരാണെന്നുള്ള ഓർമ്മ പോലും നഷ്ടപ്പെടുത്തുകയാണ്. അതിനുശേഷം പൂർവ്വകാല സ്മരണകളെല്ലാം നഷ്ടപ്പെട്ട വീരബാഹു ഒന്നും അറിയാതെ ഇങ്ങനെ എന്ത് ചെയ്യുകയാണ്? ഒന്നും അറിയാത്തതുപോലെ ഇങ്ങനെ മയങ്ങിക്കിടക്കുകയാണ്. താരകാസുരനെ പിന്തുടർന്നു പോയ വീരബാഹു ക്രൗഞ്ചമലയിൽ താരകാസുരനുമായി യുദ്ധം ചെയ്യുകയായിരിക്കാമെന്ന് തെറ്റിദ്ധരിച്ച സഹോദരന്മാരും സേനാനായകന്മാരും ഭൂതന്മാരും ക്രൗഞ്ചമലയുള്ള മായാഗുഹയിൽ ചെന്ന് അകപ്പെട്ടു. വീരബാഹുവിന് സംഭവിച്ചതുപോലെ അവരും സ്വബോധം നഷ്ടപ്പെട്ട ഓർമ്മകൾ നശിച്ച് ഗുഹയ്ക്കുള്ളിൽ മയങ്ങി വീണു. താരകാസുരൻ വിജയലഹരിയിൽ ആനന്ദോത്സുകനായി അട്ടഹസിച്ചു ചിരിച്ചു. അയാൾ ക്രൗഞ്ചമല മുകളിൽ പ്രത്യക്ഷപ്പെട്ട് തന്റെ രഥത്തിൽ കയറി നിന്നു. അവന്റെ ചുറ്റിലും കൂടി നിന്ന് അസുരന്മാർ വിജയകാഹളം മുഴക്കി. തലവനെ നഷ്ടപ്പെട്ട് വ്യസനാകുലന്മാരായി നിന്നിരുന്ന ഭൂതന്മാരെ അയാൾ നിമിഷം കൊണ്ട് തുരത്തി ഓടിച്ചു. ഈ വിധ സംഭവങ്ങളെല്ലാം ദർശിച്ച നാരദമുനി ദേവന്മാരും ഒത്തു ചെന്ന് താരകാസുരന്റെ മായായുദ്ധത്തെക്കുറിച്ച് സ്കന്ദദേവനെ ഉണർത്തിച്ചു. അങ്ങനെ ഈ എന്ത് ചെയ്യുകയാണ്? ഈ മായാസുരൻ തന്റെ മായായുദ്ധമാണ് ചെയ്യുന്നത്. ഈ താരകാസുരന് കുറെ മായ കാര്യങ്ങളൊക്കെ അറിയാൻ കഴിയും. അങ്ങനെയുള്ള ഒരു മായായുദ്ധമാണ് ഈ താരകാസുരൻ ഈ സമയത്ത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ പെട്ടിട്ട് ഈ പറയുന്ന ദേവന്മാരും ഈ പറയുന്ന ആരാണ് വീരബാഹു എല്ലാം വളരെയധികം യുദ്ധത്തിൽ തോറ്റ് പിന്മാറുകയാണ്. അവരെല്ലാം തോൽവി അടയുകയാണ്. വീരബാഹുവിന്റെ സ്മൃതികളെല്ലാം ഓർമ്മകളെല്ലാം നശിച്ചു പോവുകയാണ്, നശിപ്പിക്കുകയാണ്. അങ്ങനെ വളരെയധികം വീരബാഹുവിനെ ക്രൂരമായിട്ട് ഈ യുദ്ധത്തിൽ പരാജയപ്പെടുത്തുകയാണ് ഈ അസുരന്മാര്. അപ്പോൾ ഈ അസുരന്മാരുടെ ഈ ഒരു പ്രവൃത്തി കണ്ടിട്ട് ബ്രഹ്മദേവൻ എന്ത് ചെയ്യുകയാണ്? നാരദ മഹർഷി എന്ത് ചെയ്യുകയാണ്? ഈ ഒരു കാര്യം ശ്രീ കുമാരദേവനോട് പോയി പറയുകയാണ്. ഈ ദുഷ്ടനായിട്ടുള്ള താരകാസുരൻ ഇതുപോലെ മായ പ്രയോഗങ്ങളൊക്കെ ചെയ്തുകൊണ്ട് വീരബാഹുവിന്റെ സൈന്യത്തെയും വീരബാഹുവിനെയും തുടരെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം ആര് ചെന്ന് പറയുകയാണ്? നാരദ മഹർഷി സ്കന്ദ ഭഗവാനോട്, മുരുക ഭഗവാനോട് ചെന്ന് പറയുകയാണ്. ദേവന്മാരെ, ദുഃഖം വെടിഞ്ഞാലും നാം യുദ്ധക്കളത്തിൽ ചെന്ന് താരകാസുരനെ നിഗ്രഹിക്കുന്നതാണ്. മലയെ പിളർന്ന് ആ ഗുഹയിൽ മായാനിദ്രയെ പ്രാപിച്ചിരിക്കുന്ന നമ്മുടെ വീരന്മാരെ രക്ഷിക്കുന്നതാണ്. അപ്പൊ ഇത് കേട്ടുടനെ സ്കന്ദ ഭഗവാൻ പറയുകയാണ്, ദേവന്മാരെ, നിങ്ങൾ ദുഃഖമെല്ലാം വെടിഞ്ഞാലും നാം യുദ്ധക്കളത്തിൽ ചെന്ന് താരകാസുരനെ നിഗ്രഹിക്കുന്നതാണ്. ക്രൗഞ്ചമലയെ പിളർന്ന് ആ ഗുഹയിൽ മായാനിദ്രയെ പ്രാപിച്ചിരിക്കുന്ന നമ്മുടെ വീരന്മാരെയും രക്ഷിക്കുന്നതാണ് എന്ന് പറയുകയാണ്. താരകാസുരന്റെ മായാജാലങ്ങളെ തോൽപ്പിക്കുന്നതിന് മായാമയനായ ശ്രീ സ്കന്ദദേവൻ തന്നെ എഴുന്നള്ളുന്നതാണെന്ന് അറിഞ്ഞപ്പോൾ ദേവന്മാരും മറ്റുള്ളവരും ആഹ്ലാദിച്ചു. അപ്പൊ താരകാസുരന്റെ ഈ മായാജാലങ്ങളെല്ലാം തോൽപ്പിക്കുന്നതിന് മായാമയനായിട്ടുള്ള ആ സ്കന്ദദേവൻ തന്നെ എഴുന്നള്ളുന്നതാണെന്ന് അറിഞ്ഞപ്പോ ദേവന്മാരും അതുപോലെ തന്നെ മറ്റുള്ളവരും എല്ലാവരും തന്നെ ആഹ്ലാദിക്കുകയാണ്. അതില് താരകാസുര നിഗ്രഹത്തിനായി യുദ്ധക്കളത്തിലേക്ക് എഴുന്നള്ളിയ ശ്രീ സ്കന്ദദേവൻ രഥാരൂഢനായി. സാരഥിയായ വായുദേവൻ ഭഗവാന്റെ കൽപ്പന പ്രകാരം വേഗത്തേക്കാൾ ശീഘ്രത്തിൽ രഥം തെളിച്ചു. മണ്ണും വിണ്ണും സമുദ്രങ്ങളും മലകളും രഥവേഗത്തിൽ ഞെട്ടിവിറച്ചു. ആകാശമാർഗത്തിൽ കൂടി ആ ദിവ്യരഥം വായുവിനേക്കാൾ വേഗതയിൽ പറന്നു. ശ്രീ സ്കന്ദദേവൻ യുദ്ധകാലത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഭൂതഗണങ്ങൾക്ക് പുതിയ ആവേശവും ഉണർവും സിദ്ധിച്ചു. അസുരവീരന്മാരെ യുദ്ധകളത്തിലിട്ട് അവർ പന്താടി കളിച്ചു. ആയുധങ്ങളൊന്നും കൂടാതെ തന്നെ അനേകായിരം അസുരന്മാരെ ഭൂതഗണങ്ങൾ കൊന്നൊടുക്കി.
അപ്പോൾ എന്ത് ചെയ്യുകയാണ്, ഈ ദിവ്യരഥത്തിൽ കയറി ശ്രീ സ്കന്ദ ഭഗവാൻ യുദ്ധകളത്തിൽ പ്രത്യക്ഷപ്പെട്ടതോടുകൂടി ഈ ഭൂതഗണങ്ങൾക്കെല്ലാം ആവേശം ഉണ്ടാവുകയാണ്. അങ്ങനെ ഈ ഭൂതഗണങ്ങളെല്ലാം തന്നെ ഒരുപാട് അനേകായിരം അസുരന്മാരെയെല്ലാം വധിക്കുകയാണ്. തന്റെ പടവീരന്മാർ മുറിവേറ്റ് തോറ്റോടുന്ന ദയനീയാവസ്ഥ കണ്ട താരകാസുരൻ കോപം കൊണ്ട് കത്തിജ്വലിച്ചു. അപ്പം തന്റെ പടവീരന്മാരെല്ലാം ഇങ്ങനെ മുറിവേറ്റ് വീഴുന്നത് കാണുമ്പോൾ ഈ താരകാസുരൻ എന്ത് ചെയ്യുകയാണ്, കോപം കൊണ്ടിങ്ങനെ ജ്വലിക്കുകയാണ്. അനേകായിരം ബാണങ്ങൾ അയാൾ ഭൂതദാതന്മാരുടെ നേർക്ക് പ്രയോഗിച്ചു. അപ്പം അനേകായിരം ബാണങ്ങൾ ആ സമയത്ത് താരകാസുരൻ എന്ത് ചെയ്യുകയാണ്, ഈ ഭൂതഗണങ്ങളുടെ നേരെ പ്രയോഗിക്കുകയാണ്. ഇരുഭാഗങ്ങളിലും കടുത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ചു. യുദ്ധം ചെയ്ത് ഭൂതഗണങ്ങളെ വിരട്ടി ഓടിച്ചുകൊണ്ട് മുന്നേറിയ താരകാസുരൻ ശ്രീ സ്കന്ദദേവ സന്നിധിയിലെത്തി. അപ്പം ഇരുഭാഗങ്ങളിലും അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുകയാണ്, കടുത്ത നാശനഷ്ടങ്ങൾ സംഭവിക്കുകയാണ്. അപ്പൊ യുദ്ധം ചെയ്ത് ഭൂതഗണങ്ങളെ എല്ലാം വിരട്ടി ഓടിച്ചുകൊണ്ട് ഇങ്ങനെ മുന്നേറുന്ന താരകാസുരൻ ശ്രീ സ്കന്ദദേവ സന്നിധിയിലേക്കും എത്തുകയാണ്. ആറുമുഖദേവനെ നേരിൽ ദർശിച്ച അസുരൻ നോക്കി നിന്നുപോയി. അപ്പം ഈ ആറുമുഖദേവനെ, അപ്പം മുരുക ഭഗവാനെ ദർശിക്കുമ്പോൾ മുരുക ഭഗവാന്റെ ആ ഭംഗി കണ്ടിട്ട്, മുരുക ഭഗവാന്റെ ആ ദർശന ഭാഗ്യം കിട്ടുമ്പോൾ ആ മുരുക ഭഗവാനെ ദർശിച്ചിട്ട് അതിൽ അത്ഭുതം ഉണ്ടായിട്ട് അത്ഭുത പരിഭ്രാന്തനായിട്ട് നിൽക്കുകയാണ് ഈ താരകാസുരൻ. വനത്തിൽ 6 പൂർണ്ണചന്ദ്രന്മാർ ഉദിച്ചതുപോലെയുള്ള ഒളിച്ചെന്നുന്ന സുന്ദരവദനങ്ങളും അഴകും കാന്തിയും ഇയലുന്ന 12 തൃക്കരങ്ങളും ശാന്തിയും സമാധാനവും നിറഞ്ഞൊഴുകുന്ന 12 കുവലയ വിലോചനങ്ങളും തൃക്കൈയിൽ ജ്വലിക്കുന്ന ജ്ഞാനശക്തിയായ വേലായുധവും മറ്റു കരങ്ങളിൽ വിളങ്ങുന്ന ദിവ്യായുധങ്ങളും സുന്ദര ചേവടികളിൽ ചാർത്തിയിരിക്കുന്ന നവരത്ന ചിലമ്പുകളും ഭീമാകാരനായ താരകാസുരൻ തന്റെ മുന്നിൽ സുസ്നേരവദനായി നിൽക്കുന്ന സുന്ദര ബാലകനെ കണ്ട് ആശ്ചര്യപ്പെട്ടു. അപ്പൊ ആരുടെ, ആ സ്കന്ദ ഭഗവാന്റെ ആ തേജസ് അത് കണ്ടിട്ടാണ് ഈ പറയുന്ന ആരാണ്, താരകാസുരൻ അത്ഭുതപ്പെടുന്നത് അല്ലെ. എങ്ങനെയാണ് ഭഗവാന്റെ വദനം എന്ന് പറയുന്നത്, 6 പൂർണ്ണചന്ദ്രന്മാർ ഉദിച്ചതുപോലെയുള്ള ഒളിചിന്നുന്ന സുന്ദരവദനങ്ങളും അഴകും കാന്തിയും ഏലുന്ന 12 തൃക്കരങ്ങളും ശാന്തിയും സമാധാനവും നിറഞ്ഞൊഴുകുന്ന 12 കുവലയ വിലോചനങ്ങളും തൃക്കൈയിൽ ജ്വലിക്കുന്ന ജ്ഞാനശക്തിയായ വേലായുധവും മറ്റ് കരങ്ങളിൽ വിളങ്ങുന്ന ദിവ്യായുധങ്ങളും സുന്ദര ചേവടികളിൽ ചാർത്തിയിരിക്കുന്ന നവരത്ന ചിലമ്പുകളും ഭീമാകാരനായ താരകാസുരൻ തന്റെ മുന്നിൽ സുസ്മേരവദനായി നിൽക്കുന്ന സുന്ദര ബാലകനെ കണ്ട് ആശ്ചര്യപ്പെടുകയാണ്. ഈ ബാലകനാണോ നമ്മുടെ ശത്രു? ഇവനുമായാണോ നാം യുദ്ധം ചെയ്യേണ്ടത്? ആശ്ചര്യം, അവിശ്വസനീയം. താരകാസുരൻ ഒരു നിമിഷം സ്തബ്ധനായി നിന്നുപോയി. അചഞ്ചലനായി യുദ്ധക്കളത്തിൽ എത്തിയിരിക്കുന്ന ഈ ബാലകൻ ഒരു പക്ഷേ പ്രപഞ്ചനാഥനായ ശ്രീ പരമേശ്വരൻ തന്നെ ആയിരിക്കുമോ? ഇപ്രകാരം താരകാസുരൻ തന്റെ മനസ്സിൽ പലതും ചിന്തിച്ചു. എങ്കിലും ശ്രീ പരമേശ്വരനിൽ നിന്ന് താൻ നേടിയെടുത്തിരിക്കുന്ന അപാര വരസിദ്ധികളും പ്രതാപവും കായിക ബലവും താരകാസുരനെ വീണ്ടും അഹങ്കാരിയാക്കി. അവൻ ശ്രീ സ്കന്ദദേവനെ നോക്കി ചോദിച്ചു. അപ്പം സ്കന്ദദേവനെ കാണുന്ന ഉടനെ ഈ ബാലകനാണോ തന്നെ വധിക്കുന്നത്? താൻ പരമേശ്വരനിൽ നിന്ന് ഒരുപാട് വരങ്ങളൊക്കെ സിദ്ധിച്ചിട്ടുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഒരു ചെറിയൊരു ബാലൻ എന്നെ വധിക്കാൻ കഴിയില്ല എന്നുള്ളൊരു അഹങ്കാരത്തില് താരകാസുരൻ വീണ്ടും അഹങ്കാരിയായി മാറുകയാണ്. അവൻ സ്കന്ദദേവനെ നോക്കിക്കൊണ്ട് ചോദിക്കുകയാണ്, മഹാവിഷ്ണുവും ബ്രഹ്മനും ദേവേന്ദ്രനും നമ്മോട് വിരോധമുണ്ട്. പക്ഷേ എന്റെ തപോനിഷ്ഠയിൽ സംപ്രീതനായി എനിക്ക് വരദാനങ്ങൾ നൽകിയ ശ്രീ എന്നോട് വിരോധമുണ്ടെന്ന് തോന്നുന്നില്ല. ശിവകുമാരനായ നീ എന്നോട് യുദ്ധം ചെയ്യുവാൻ ഒരുമ്പെട്ട് വന്നിരിക്കുന്നതിന്റെ കാരണം എന്താണ്? സ്കന്ദദേവൻ ഇങ്ങനെ പ്രതിവദിച്ചു. താരകാസുര, ജീവരാശികൾ ചെയ്യുന്ന നന്മതിന്മകൾക്ക് അനുസൃതമായ ഫലങ്ങൾ നൽകുന്നവനാണ് ശ്രീ പരമേശ്വരൻ. നീയും നിന്റെ സഹോദരന്മാരും തപസ് എന്ന സത്പ്രവൃത്തി അനുഷ്ഠിച്ചപ്പോൾ അതിന്റെ ഫലമായ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് നൽകി. ആ ദൈവാനുഗ്രഹ സന്നിധിയാൽ നേടിയ ശക്തിയുടെ അഹങ്കാരം കൊണ്ട് ദേവന്മാരെയും മറ്റുള്ളവരെയും ഉപദ്രവിച്ചിട്ടുള്ള നിങ്ങൾക്ക് ആ ദുഷ്കർമ്മ ഫലമായി ശിക്ഷ നൽകുവാനും ഈശ്വരൻ അരുളി ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ശക്തിയും പ്രതാപവും തിരിച്ചെടുക്കുവാൻ വേണ്ടിയാണ് ശ്രീ മഹാദേവൻ എന്നെ നിയോഗിച്ചിരിക്കുന്നത്. അതായത് അപ്പോൾ സ്കന്ദദേവൻ പറയുകയാണ്, നിങ്ങളുടെ തപശക്തി കൊണ്ടും നിങ്ങളുടെ ധ്യാനം കൊണ്ടും നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ കൊണ്ടും ഒക്കെ നിങ്ങൾക്ക് ഭഗവാൻ ഇങ്ങനെയുള്ള വരദാനങ്ങളൊക്കെ തന്നിട്ടുള്ളതാണ്. പക്ഷെ ആ വരദാനങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുകയാണ്? ദുരുപയോഗം ചെയ്യുകയാണ്. അത് ശരിയായിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ വരദാനങ്ങളെല്ലാം തന്നെ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളെ എന്നിട്ട് ഈ യുദ്ധത്തിൽ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറയുകയാണ്.
അപ്പം ഇങ്ങനെയുണ്ടല്ലേ. അപ്പം നമ്മൾ പല കാര്യങ്ങളും ചെയ്തിട്ട് പല വരദാനങ്ങൾ നമ്മൾ സിദ്ധിക്കും, പല കാര്യങ്ങളും നമ്മൾ നേടും. പക്ഷെ നമ്മളത് എന്ത് ചെയ്യുക, തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഒരു സമയത്ത് നഷ്ടപ്പെടുക തന്നെ ചെയ്യല്ലേ. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ എന്ത് നമുക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ നമ്മൾ തെറ്റായ രീതിയിൽ ഉപയോഗിക്കാതിരിക്കുക എന്ന് പറയുന്ന കാര്യം അതാണ്. അപ്പൊ ഇവിടെ അത് തന്നെയാണ് സംഭവിച്ചത്. അപ്പം സ്കന്ദദേവൻ പറയുകയാണ്, ശ്രീ പരമേശ്വരൻ നിങ്ങൾക്ക് നിങ്ങളുടെ തപസ് കൊണ്ടും നിങ്ങളുടെ ധ്യാനം കൊണ്ടും നിങ്ങളുടെ നന്മ സൽക്കർമ്മങ്ങൾ കൊണ്ടും നിങ്ങൾക്ക് ഒരുപാട് വരദാനങ്ങൾ തന്നിട്ടുള്ളതാണ്. പക്ഷെ ഈ വരദാനങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുകയാണ്, നിങ്ങളുടെ സ്വാർത്ഥമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ദുരുപയോഗം ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഈ പറഞ്ഞിട്ടുള്ള സിദ്ധികളും കാര്യങ്ങളും എല്ലാം തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എന്നാണ് ശ്രീ മുരുക ഭഗവാൻ ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ എല്ലാവരും വിചാരിക്കേണ്ട കാര്യമാണ്, നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ടെങ്കിലും, നമുക്ക് എന്ത് വരദാനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും, എന്ത് ഉണ്ടായിട്ടുണ്ടെങ്കിലും നമ്മളതിൽ ഭഗവാനോട് നന്ദി പറയുക. നമുക്ക് എത്രത്തോളം നന്മ ഉണ്ടാവുന്നോ അത്രത്തോളം നമ്മൾ താഴാൻ പഠിക്കുക എന്ന് പറയുന്ന കാര്യം അതുകൊണ്ടാണ്. മനസ്സിലായോ? അല്ലാതെ നമുക്ക് എന്തെങ്കിലും കിട്ടിക്കഴിയുമ്പോൾ അതിൽ അഹങ്കരിക്കാൻ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കിട്ടിക്കഴിയുമ്പോൾ അതുകൊണ്ട് നമ്മൾ ദുരുപയോഗം ചെയ്യാനോ പാടില്ല എന്നാണ് ഇവിടെ ഭഗവാൻ നമുക്ക് വ്യക്തമായി പറഞ്ഞു തരുന്ന കാര്യം. അപ്പോൾ പരിഹാസ സ്വരത്തിൽ താരകാസുരൻ പറഞ്ഞു, ഗരുഡാരുടനായി വന്ന് ഞാനുമായി യുദ്ധം ചെയ്ത് പരാജയപ്പെട്ട മഹാവിഷ്ണുവിന്റെ ചക്രായുധമാണ് ഞാൻ ആഭരണമായി അണിഞ്ഞിരിക്കുന്നത്. യുദ്ധം ചെയ്ത് എന്നെ തോൽപ്പിക്കുവാൻ ഇതുവരെ ആർക്കും സാധിച്ചിട്ടില്ല. എന്നോട് യുദ്ധം ചെയ്തിട്ടുള്ളവർ മരണപ്പെടുകയോ പരാജയപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. എന്നോട് യുദ്ധം ചെയ്യുവാൻ നീ നിയോഗിച്ച വീരന്മാരെ ക്രൗഞ്ചമലയിൽ ഞാൻ ഉറക്കിക്കിടത്തിയിട്ടുണ്ട്. അനേകായിരം ഭൂതഗണങ്ങളെ ഞാൻ കൊന്നൊടുക്കുകയും ചെയ്തു. ബാലനായ നീ എന്നോട് യുദ്ധം ചെയ്ത് മരണപ്പെടുവാൻ ഇടയാകാതെ നിന്റെ പിതാവായ ശ്രീ പരമേശ്വരന്റെ അടുക്കൽ പോയി ചേരുന്നതായിരിക്കും നല്ലത്. അപ്പൊ ഇത് കേട്ടിട്ടും ഈ താരകാസുരന് അഹങ്കാരം ഉണ്ടാവുകയാണ്. എന്നിട്ട് താരകാസുരൻ പറയുകയാണ്, ഇതൊക്കെ പറയാൻ നീ ഒരു എന്താ പറയുക, ചെറിയൊരു ബാലനാണ്, അത് എൻ്റെ ഇഷ്ടമാണ് അങ്ങനെ ചെയ്യുന്നത്. ഞാൻ ഇതിനോടകം തന്നെ ഒരുപാട് ഭൂതഗണങ്ങളെ എല്ലാം, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഭൂതഗണങ്ങളെ എല്ലാം കൊന്നു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ വളരെയധികം വലിയ ശക്തിമാനാണ്. നീ ഒരു ചെറിയ ബാലകനാണ്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്ത് നിന്റെ അച്ഛൻ്റെ അടുത്തേക്ക്, പിതാവായിട്ടുള്ള ശ്രീ പരമേശ്വരന്റെ അടുത്തേക്ക് നീ തിരിച്ചു മടങ്ങി പോകുന്നതായിരിക്കും നിനക്ക് നല്ലത്. അല്ലാതെ അങ്ങനെ അടുക്കൽ പോയി ചേരുന്നതായിരിക്കും നിനക്ക് നല്ലത്. അല്ലാതെ എന്നെ യുദ്ധത്തിൽ ജയിക്കാനുള്ള ഇതൊന്നും നിനക്കില്ല, നീ ഒരു ചെറിയ ബാലകനാണ് എന്നുള്ള രീതിയിൽ താരകാസുരൻ ഇങ്ങനെ മുരുക ഭഗവാനോട് പറയുകയാണ്. സ്കന്ദദേവൻ തലയുയർത്തി നിന്ന് ഇപ്രകാരം തിരിച്ചടിച്ചു, ആയുധസേനകളുടെ എല്ലാം വീരതിലകമായി വിളങ്ങുന്ന നമ്മുടെ വേലായുധ സേന എവിടെയും പരാജയപ്പെടുകയില്ല. അപ്പൊ മുരുക ഭഗവാൻ പറയുകയാണ്, ആയുധസേനകളുടെ എല്ലാം വീരതിലകമായിട്ട് വിളങ്ങുന്നതാണ് നമ്മുടെ വേലായുധ സേന എന്ന് പറയുന്നത്. ആ വേലായുധ സേന എവിടെയും പരാജയപ്പെടുകയില്ല എന്ന് മുരുക ഭഗവാൻ ഇവിടെ പറയുകയാണ്. ആ വീരവേലായുധ സേനയുമായി നിന്നെ നിഗ്രഹിക്കുന്നതിന് വേണ്ടിയാണ് നാം വന്നിരിക്കുന്നത്. അപ്പൊ ആ വീരവേലായുധ സേനയുമായിട്ട് നിന്നെ നിഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നാം വന്നിരിക്കുന്നത് എന്ന് മുരുക ഭഗവാൻ പറയുകയാണ്. മായയുടെ ഉറവിടമായ ക്രൗഞ്ചമലയെയും നിന്നെയും വേലായുധം കൊണ്ട് നശിപ്പിച്ച് ആ മലയിൽ ഉറങ്ങുന്ന നമ്മുടെ വീരന്മാരെയും മോചിപ്പിച്ചുകൊണ്ട് നാം പോകുന്നതാണ്. അങ്ങനെ പറയുകയാണ്, താരകാസുരനോട് പറയുകയാണ് മുരുക ഭഗവാൻ, മായയുടെ ഉറവിടമായ ക്രൗഞ്ചമലയെയും അതുപോലെ നിന്നെയും വേലായുധം കൊണ്ട് നശിപ്പിച്ചിട്ട് ആ മലയിൽ ഉറങ്ങുന്ന നമ്മുടെ വീരന്മാരെയും മോചിപ്പിച്ചുകൊണ്ട് നാം പോകുന്നതാണ് എന്ന് മുരുക ഭഗവാൻ ഇവിടെ പറയുകയാണ്. ശ്രീ സ്കന്ദദേവ വചനം ശ്രവിച്ച താരകാസുരൻ അത്യുഗ്രമായ കോപത്തോടെ തന്റെ വില്ലു കുലച്ച് ദേവനുമായി യുദ്ധത്തിന് ഒരുമ്പിട്ടു. ചാപം കുലച്ച് ശ്രീ മുരുകദേവൻ ത്രിലോകങ്ങളും പ്രതിധ്വനിക്കുമാറ് ഞാണൊലി സൃഷ്ടിച്ചു. ഇടയ്ക്ക് എന്തോ ഒരു മെസ്സേജ് വന്നതാണ്, പോയേട്ടോ. ശ്രീ സ്കന്ദദേവ വചനം ശ്രവിച്ച് താരകാസുരൻ അത്യുഗ്രമായ കോപത്തോടെ തന്റെ വില്ലു കുലച്ച് ദേവനുമായി യുദ്ധത്തിനൊരുമ്പെട്ടു. ചാപം കുലച്ച് ശ്രീ കുമാരദേവൻ ത്രിലോകങ്ങളും പ്രതിധ്വനിക്കുമാറ് ഞാണൊലി സൃഷ്ടിച്ചു. ആ ശബ്ദപ്രവാഹത്തിൽ അസുരവീരന്മാർ ഞെട്ടിവിറച്ചു. ബാണവർഷങ്ങൾ ചൊരിഞ്ഞ് സ്കന്ദദേവനും താരകാസുരനും ഘോരമായി യുദ്ധം ചെയ്തു. അങ്ങനെ സ്കന്ദദേവനും താരകാസുരനും തമ്മിൽ ഘോരമായിട്ടുള്ള യുദ്ധം നടക്കുകയാണ്. കോടി അസ്ത്രങ്ങൾ ശ്രീ കുമാരദേവൻ താരകാസുരന്റെ നേർക്ക് പ്രയോഗിച്ചു. ആ അസ്ത്രങ്ങൾ അസുരന്റെ ശരീരമാസകലം തുളച്ചു കയറി.
വേദന കൊണ്ട് പുളഞ്ഞ താരകാസുരൻ കോപാവേശഭരിതനായി സിംഹത്തെ പോലെ ഗർജിച്ചുകൊണ്ട് ശ്രീ സ്കന്ദദേവന് നേരെ 2 കോടി ബാണങ്ങൾ തൊടുത്തുവിട്ടു. അവയെ പ്രതിരോധിച്ച ശേഷം 2 ദിവ്യാസ്ത്രങ്ങൾ പ്രയോഗിച്ച് മുരുകദേവൻ താരകാസുരന്റെ കൊമ്പുകളും തുമ്പിക്കൈയും ഛേദിച്ചു. അംഗങ്ങൾ നഷ്ടപ്പെട്ട അപമാനിതനായ താരകാസുരന് കോപം കത്തിജ്വലിച്ചു. അയാൾ ശ്രീകുമാരദേവന് നേരെ 1000 ശക്തിയേറിയ ബാണങ്ങൾ ഒരുമിച്ച് പ്രയോഗിച്ചു. സ്കന്ദദേവന്റെ രഥത്തിലെ കോടിക്കമ്പം മുറിഞ്ഞു നിലം പതിച്ചു. കോപം ഭാവിച്ച ശ്രീകുമാരദേവൻ 2 ദിവ്യാസ്ത്രങ്ങൾ പ്രയോഗിച്ചു താരകാസുരന്റെ സാരഥിയെയും രഥത്തെയും കുതിരകളെയും ഛിന്ന ഭിന്നമാക്കി. മറ്റൊരു രഥത്തിൽ ആരൂഢനായ താരകാസുരൻ 500 അഗ്നിശരങ്ങൾ പ്രയോഗിച്ച് മുരുകദേവന്റെ സാരഥിയായ വായുദേവന്റെ ഭുജങ്ങളിൽ മുറിവുണ്ടാക്കി. ശ്രീ സ്കന്ദദേവന്റെ തുടരെ തൊടുത്തുവിട്ട അസ്ത്രങ്ങൾ താരകാസുരന്റെ നെറ്റിയിൽ തുളഞ്ഞുകയറി രക്തപ്പുഴ സൃഷ്ടിച്ചു. ദിഗന്ധങ്ങൾ ഭേദിക്കുമാറ് അലറിക്കൊണ്ട് താരകാസുരൻ ബോധമറ്റ് രഥത്തിൽ നിന്ന് വീണു. ആ കാഴ്ച കണ്ട് ശുഭിതരായ അസുരവീരന്മാർ ശൂലം, ചക്ര, ഗദം, ഖഡ്ഗം, ദണ്ഡം, കുന്തം മുതലായ ആയുധങ്ങൾ കൊണ്ട് മുരുകദേവനെ ആക്രമിച്ചു. അപ്പോ മുരുകദേവൻ ഇവിടെ ഘോരമായിട്ടുള്ള യുദ്ധം നടത്തുകയാണ്. അങ്ങനെ എന്ത് ചെയ്യുകയാണ്? താരകാസുര 500 അഗ്നിശരങ്ങൾ മുരുകദേവന്റെ നേർക്ക് പ്രയോഗിക്കുകയാണ്. എന്നാൽ മുരുകദേവന്റെ സാരഥിയായിട്ടുള്ള വായുദേവന്റെ ഭുജങ്ങളില് അങ്ങനെ മുറിവുണ്ടാക്കുകയാണ്. ശ്രീ സ്കന്ദദേവൻ എന്ത് ചെയ്യുകയാണ്? തുടരെ തൊടുത്തുവിട്ട അസ്ത്രങ്ങളെല്ലാം തന്നെ ആ താരകാസുരന്റെ നെറ്റിയിൽ തുളച്ചു കയറുകയാണ്. അങ്ങനെ താരകാസുരന്റെ നെറ്റിയിൽ ആ അസ്ത്രങ്ങൾ തുളച്ചു കയറുന്നതോടെ രക്തപ്പുഴ അവിടെ ഒഴുകുകയാണ്. ദിഗന്ധങ്ങൾ ഭേദിക്കുമാറ് അലറിക്കൊണ്ട് താരകാസുരൻ ബോധമറ്റ് രഥത്തിൽ വീണു. ആ കാഴ്ച കൊണ്ട് ശുഭിതരായ അസുരവീരന്മാർ ശൂലം, ചക്രം, ഗദ, ഖഡ്ഗം, ദണ്ഡ്, കുന്തം മുതലായ ആയുധങ്ങൾ കൊണ്ട് മുരുകദേവനെ ആക്രമിക്കുകയാണ്. ശ്രീ സ്കന്ദദേവന് ശരവർഷം പൊഴിച്ച് അവരുടെ അവയവങ്ങൾ ഛിന്ന ഭിന്നമാക്കി. അസുരന്മാരുടെ ദേഹങ്ങളിൽ നിന്ന് വേർപെട്ടു പോയ കരങ്ങളും കാലുകളും ഗളങ്ങളും ശിരസുകളും യുദ്ധക്കളത്തിൽ പല ഭാഗങ്ങളിലായി മലകളെ പോലെ കാണപ്പെട്ടു. രക്തപ്പുഴകൾ ഒഴുക്കി. ശ്രീ സ്കന്ദദേവന്റെ വീരപരാക്രമത്തിൽ ദുഷ്ടന്മാരായ അസുരന്മാർ ചത്തൊടുങ്ങി. അങ്ങനെ സ്കന്ദദേവന്റെ ആ പ്രയോഗത്തില് ദുഷ്ടന്മാരായിട്ടുള്ള അസുരന്മാരെല്ലാം നിഷ്പ്രയാസം ചത്തൊടുങ്ങുകയാണ്. നഷ്ടപ്പെട്ടിരുന്ന സ്വബോധം വീണ്ടും കിട്ടിയപ്പോൾ താരകാസുരൻ 4 പാടും പരിധി നോക്കി. അനേക കോടി അസുരന്മാരിൽ ഒരുത്തനെ പോലും കണ്ടില്ല. താരകാസുരന് ദുഃഖം തോന്നി. യുദ്ധം ചെയ്തു ശിവപുത്രനെ പരാജയപ്പെടുത്തുവാനോ നിഗ്രഹിക്കുവാനോ സാധിക്കുകയില്ല. അതുകൊണ്ട് ശിവബാലകന് നേരെ ദേവാസ്ത്രങ്ങൾ പ്രയോഗിച്ചു നോക്കുക തന്നെ. ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ച താരകാസുരൻ ശ്രീ സ്കന്ദദേവനുമായി വീണ്ടും യുദ്ധത്തിനൊരുമ്പെട്ടു. താരകാസുരൻ തന്റെ മനസ്സ് ദൃഢപ്പെടുത്തിക്കൊണ്ട് ശ്രീ സ്കന്ദദേവന് നേരെ ബ്രഹ്മാസ്ത്രവും ശ്രീ നാരായണാസ്ത്രവും തൊടുത്തുവിട്ടു. അപ്പം എന്ത് ചെയ്യുകയാണ്? ഈ താരകാസുരൻ അപ്പം മനസ്സിലാവുകയാണ്, സ്കന്ദദേവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുരുകദേവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ പുത്രനാണ്? ശിവപുത്രനാണ്. അതുകൊണ്ട് തന്നെ മുരുക ഭഗവാനെ തോൽപ്പിക്കുക എന്നുള്ളത് അനായാസകരമായിട്ടുള്ള കാര്യമാണ്, പ്രയാസകരമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുകയാണ്? ഈ താരകാസുരൻ വീണ്ടും മുരുക ഭഗവാന് നേരെ അസ്ത്രങ്ങൾ എയ്യുകയാണ്. വീണ്ടും മുരുക ഭഗവാനെ പരാജയപ്പെടുത്താൻ നോക്കുകയാണ്. അപ്പൊ മുരുക ഭഗവാൻ എന്ത് ചെയ്യുകയാണ്? ഈ താരകാസുരന് നേരെ അതിശ്രേഷ്ഠമായിട്ടുള്ള ശ്രീ നാരായണാസ്ത്രവും അതുപോലെ തന്നെ ബ്രഹ്മാസ്ത്രവും തൊടുത്തുവിടുകയാണ്. ചീറിപ്പാഞ്ഞു ചെന്ന ആ ദേവാസ്ത്രങ്ങൾ ശ്രീ മുരുകദേവന്റെ തിരുമേനിയെ തീണ്ടുക പോലും ചെയ്യാതെ തൃപ്പാദ പങ്കജങ്ങളിൽ അഭയം തേടി. അപ്പോ എന്ത് ചെയ്യുകയാണ്? ശ്രീ സ്കന്ദദേവന് നേരെ താരകാസുരനാണ് ഈ പറയുന്ന ശ്രീ നാരായണാസ്ത്രവും ബ്രഹ്മാസ്ത്രവും തൊടുത്തുവിടുന്നത്. എന്നിട്ട് ചീറിപ്പാഞ്ഞു തന്ന ഈ ദേവാസ്ത്രങ്ങൾ രണ്ടും മുരുകദേവന്റെ തിരുമേനിയെ ഒന്ന് തീണ്ടുക പോലും ചെയ്യാതെ അത് മുരുക ഭഗവാന്റെ പാദങ്ങളിൽ വന്ന് വീഴുകയാണ്. പാദങ്ങളിൽ വന്നിട്ട് അഭയം തേടുകയാണ് ആ നാരായണാസ്ത്രവും ബ്രഹ്മാസ്ത്രവും. ശക്തിയും സിദ്ധിയും ഇല്ലാത്ത നാരായണ ബ്രഹ്മാസ്ത്രങ്ങളെ പഴിപ്പിച്ചുകൊണ്ട് താരകാസുരൻ ശിവദത്തമായ പാശുപാതാസ്ത്രം എന്ന മാനസപൂജ ചെയ്ത് സ്കന്ദദേവനെ ലക്ഷ്യമാക്കി പ്രയോഗിച്ചു. ആ പരമേശ്വരാസ്ത്രം കഠിനമായ വിഷത്തെയും ദിവ്യായുധങ്ങളെയും ഭൂതങ്ങളെയും പന്നകങ്ങളെയും ത്രിശൂലങ്ങളെയും പ്രളയാഗ്നിയെയും വർഷിച്ച് സർവ്വലോകങ്ങളെയും ചരാചരങ്ങളെയും വിറപ്പിച്ചുകൊണ്ട് കോപാവേശത്തോടെ ദ്രുതഗതിയിൽ കുതിച്ചു പാഞ്ഞു. സംഹാര താണ്ഡവമാടിക്കൊണ്ട് പാഞ്ഞ് സമീപിച്ചു കൊണ്ടിരിക്കുന്ന പാശുപാതാസ്ത്രം ദർശിച്ച ശ്രീ കുമാരദേവൻ ശ്രീ മഹാദേവനെ മനസ്സിൽ ധ്യാനിച്ചു തൃക്കരം നീട്ടി ദിവ്യാസ്ത്രം സ്വീകരിച്ചു. ആ കാഴ്ച കണ്ട് പരിഭ്രാന്തനായ താരകാസുരൻ തന്റെ സാമ്രാജ്യവും ജീവനും നഷ്ടപ്പെട്ടതായി തന്നെ തീരുമാനിച്ചു. അപ്പോ അവസാനം എന്ത് ചെയ്യുകയാണ്? ഈ താരകാസുരൻ ആ പരമശിവന്റെ തന്നെ എങ്ങനെയുള്ള അസ്ത്രമാണ് പ്രയോഗിക്കുന്നത്? പാശുപതാസ്ത്രം പ്രയോഗിക്കുകയാണ്.
പരമേശ്വരാസ്ത്രം എന്ന് പറയുന്ന ആ പാശുപതാസ്ത്രം, പരമേശ്വരാസ്ത്രം അത്രയും കഠിനമായിട്ടുള്ള വിഷത്തെയും അതുപോലെ തന്നെ ദിവ്യായുധങ്ങളെയും ഭൂതങ്ങളെയും പന്നകങ്ങളെയും ത്രിശൂലങ്ങളെയും പ്രളയാഗ്നികളെയും വർഷിച്ചുകൊണ്ട് സർവ്വലോകങ്ങളെയും ചരാചരങ്ങളെയും വിറപ്പിച്ചുകൊണ്ട് കോപാവേശത്തോടെ ദ്രുതഗതിയിൽ ഇങ്ങനെ മുരുക ഭഗവാന്റെ നേർക്ക് പാഞ്ഞെടുക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള അത്രയും ബലവത്തായിട്ടുള്ള ആ അസ്ത്രമാണ് പരമേശ്വരാസ്ത്രം എന്ന് പറയുന്നത്. അപ്പൊ ഈ പരമേശ്വരാസ്ത്രം ഇങ്ങനെ അടുത്ത് വരുമ്പോഴത്തേക്കും സ്കന്ദ ഭഗവാൻ, മുരുക ഭഗവാൻ എന്ത് ചെയ്യുകയാണ്? ഈ പരമേശ്വരാസ്ത്രത്തെ തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കുകയാണ്. പരമേശ്വരാസ്ത്രത്തെ ആര് കൈക്കൊള്ളുകയാണ്? മുരുക ഭഗവാൻ കൈക്കൊള്ളുകയാണ്. അപ്പം ആ അസ്ത്രത്തെ തന്നിലേക്ക് പിടിച്ചെടുക്കുകയാണ് മുരുക ഭഗവാൻ. അപ്പൊ ഇത് കാണുന്നതോടുകൂടി താരകാസുരൻ വളരെയധികം വിഷമിക്കുകയാണ്. താരകാസുരൻ അയ്യോ ഇനിയിപ്പൊ എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ വളരെയധികം ഭയപ്പെടുകയാണ്. ഇനി മായായുദ്ധത്തിൽ കൂടി മാത്രമേ കുമാരനെ പരാജയപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ എന്ന് ചിന്തിച്ച താരകാസുരൻ മായായുദ്ധം ചെയ്യുവാൻ തീരുമാനിച്ചു. അപ്പൊ ഇനി മായായുദ്ധത്തിൽ കൂടെ മാത്രമേ കുമാര ഭഗവാനെ, മുരുക ഭഗവാനെ പരാജയപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ എന്ന് ചിന്തിക്കുന്ന താരകാസുരൻ എന്ത് ചെയ്യുകയാണ്? മായായുദ്ധം ചെയ്യുവാൻ തീരുമാനിക്കുകയാണ്. തുടർന്ന് താരകാസുരന്റെ നിർദ്ദേശപ്രകാരം ക്രൗഞ്ചമല പല അത്ഭുത മായകളും കാണിക്കാൻ തുടങ്ങി. ത്രിപുരങ്ങളിലും ക്രൗഞ്ചമല പ്രത്യക്ഷപ്പെട്ടു. ത്രിപുരങ്ങളിലെ അസുരന്മാരായി താരകാസുരൻ രൂപാന്തരപ്പെട്ടു. കാർമേഘങ്ങളായി ക്രൗഞ്ചമല രൂപാന്തരപ്പെട്ടു. ഈ കാർമേഘങ്ങൾക്കുള്ളിലെ ഇടിമുഴക്കങ്ങളായി താരകാസുരൻ ഗർജിച്ചു. ക്രൗഞ്ചമല മഹാസമുദ്രങ്ങളായി മാറി. താരകാസുരൻ പ്രളയാഗ്നിയായും മാറി. ചക്രവാളഗിരിയെ വലയം ചെയ്യുന്ന കൂരിരുട്ടായി ക്രൗഞ്ചമലയെ പ്രകടിപ്പിച്ചു. ആ കൂരിരുട്ടിൽ അസുരൻ ദ്രംഷ്ടകൾ കാട്ടി അട്ടഹസിക്കുന്ന ഭൂതമായി മാറി. ക്രൗഞ്ചം അഗ്നിയായി വന്നപ്പോൾ താരകാസുരൻ കൊടുങ്കാറ്റായി വീശി. ക്രൗഞ്ചം സൂര്യബിംബം പോലെ ചുവന്നപ്പോൾ 1000 കോടി ആദിത്യന്മാരായി താരകാസുരൻ ജ്വലിച്ചു. ഇപ്രകാരം ക്രൗഞ്ചമലയും താരകാസുരനും ചേർന്നു നടത്തിയ മായാജാല നാടകങ്ങൾ ദർശിച്ച ശ്രീ കുമാരദേവൻ താരകാസുര നിഗ്രഹത്തിന് ഇനി വൈകേണ്ടതില്ലെന്ന് നിശ്ചയിച്ചു. അദ്ദേഹം ദിവ്യായുധമായ വേലിനോട് കൽപ്പിച്ചു. അപ്പൊ ഈ താരകാസുരൻ എന്ത് ചെയ്യേണ്ടത്? തന്റെ മായാപ്രയോഗങ്ങളൊക്കെ വളരെയധികം നടത്തുകയാണ്. ക്രൗഞ്ചമലയിൽ പല അത്ഭുതമായിട്ടുള്ള മായകളൊക്കെ കാണിക്കാൻ തുടങ്ങുകയാണ്. ത്രിപുരങ്ങളിലെ അസുരന്മാരായി താരകാസുരൻ രൂപാന്തരപ്പെടുകയാണ്. അതുപോലെ കാർമേഘങ്ങളായി ക്രൗഞ്ചമല രൂപാന്തരപ്പെടുകയാണ്. ആ കാർമേഘങ്ങൾക്കുള്ളിലെ ഇടമുഴക്കങ്ങളായി താരകാസുരൻ ഗർജിക്കുകയാണ്. ക്രൗഞ്ചമല മഹാസമുദ്രങ്ങളായി മാറുകയാണ്. താരകാസുരൻ പ്രളയാഗ്നിയായി മാറുകയാണ്. അങ്ങനെയുള്ള പലതരത്തിലുള്ള മായപ്രയോഗങ്ങളൊക്കെ ഈ താരകാസുരൻ കാണിക്കുകയാണ്. പക്ഷെ ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ മുരുക ഭഗവാൻ വിചാരിക്കുകയാണ് ഇനിയും ഇവനെ വെറുതെ വിട്ടുകൂടാ, ഇവനെ വധിക്കാനുള്ള സമയമായി എന്ന് മുരുക ഭഗവാൻ തീർച്ചപ്പെടുത്തുകയാണ്. ക്ഷണനേരം കൊണ്ട് ക്രൗഞ്ചത്തെയും താരകാസുരനെയും പിളർന്ന് ക്രൗഞ്ചമലയിൽ ഉറങ്ങുന്ന 1,09,000 വീരന്മാരെയും ഭൂതഗണങ്ങളെയും രക്ഷിച്ച് നമ്മുടെ മുമ്പിൽ എത്തിച്ചാലും എന്ന് ആരോട് പറയുകയാണ്? വേലിനോട്, തന്റെ വേലിനോട് ആ മുരുക ഭഗവാൻ പറയുകയാണ്. ക്ഷണനേരം കൊണ്ട് ക്രൗഞ്ചത്തെയും അതുപോലെ താരകാസുരനെയും പിളർന്ന്, അതായത് താരകാസുരനെയും വധിച്ചിട്ട് ക്രൗഞ്ചമലയിൽ ഉറങ്ങിക്കിടക്കുന്ന തങ്ങളുടെ 1,09,000 വീരന്മാരെയും ഭൂതഗണങ്ങളെയും രക്ഷിച്ച് നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്നാലും എന്ന് പറയുകയാണ്. സ്വാമിയുടെ കൽപ്പന കേൾക്കേണ്ട താമസം വേലായുധം മായാജാലങ്ങൾ ചെയ്യുന്ന ക്രൗഞ്ചത്തെയും താരകാസുരനെയും നിഗ്രഹിക്കുന്നതിനായി പറന്നു ചെന്നു. ദിവ്യമായ വേലായുധത്തെ പിടിക്കുവാനും ഓടിക്കുവാനും താരകാസുരൻ യത്നിച്ചു. എന്നാൽ അവന്റെ ആഗ്രഹം വ്യർത്ഥമായി. വേലായുധം താരകാസുര ഹൃദയം പിളർന്നു. ക്രൗഞ്ചമലയെ തകർത്തു. മലഗുഹയിൽ മടങ്ങിക്കിടന്നിരുന്ന വീരന്മാരെയും ഭൂതഗണങ്ങളെയും ഉണർത്തി ഉന്മേഷവാന്മാരാക്കി. അതിനുശേഷം ആ ദിവ്യായുധം പുണ്യഗംഗാ നദിയിൽ മുങ്ങി തിരികെ വന്നു ചേർന്നു. സ്വബോധം തിരിച്ചു കിട്ടിയ വീരന്മാരും ഭൂതഗണങ്ങളും സ്കന്ദദേവ സന്നിധിയിലെത്തി ഈശ്വര പാതാരവിന്ദങ്ങൾ വന്ദിച്ചു സ്തുതിച്ചു. താരകാസുരനാൽ പ്രയോഗിക്കപ്പെട്ട ശ്രീ സ്കന്ദദേവ ചരണങ്ങളെ ശരണം പ്രാപിച്ചിരുന്ന ദേവാസ്ത്രങ്ങൾ വീരബാഹുവിന് നൽകി കുമാരദേവൻ അനുഗ്രഹിച്ചു. താരകാസുരനാൽ വധിക്കപ്പെട്ടിരുന്ന ഭൂതഗണങ്ങൾക്കെല്ലാം പുനർജന്മം നൽകി അനുഗ്രഹിച്ച് ശ്രീ സ്കന്ദദേവൻ യുദ്ധക്കളത്തിൽ നിന്നു യാത്രയായി. അങ്ങനെ പറയേണ്ട താമസം തന്നെ ഈ വേലിങ്ങനെ പോവുകയാണ്. അതിനുശേഷം എന്ത് ചെയ്യുകയാണ്? ആ താരകാസുരന്റെ ഹൃദയത്തെ പിളർക്കുകയാണ് ആ വേല്. മുരുക ഭഗവാന്റെ ആ വേലായുധം താരകാസുരന്റെ ഹൃദയത്തെ നിഷ്പ്രയാസം പിളർക്കുകയാണ്. അങ്ങനെ പിളർത്തിക്കൊണ്ട് എന്ത് ചെയ്യുകയാണ്? മലഗുഹയിൽ മയങ്ങിക്കിടന്നിരുന്ന തൻ്റെ തൻ്റെ സേനയിലുള്ള എല്ലാവരെയും ഭൂതഗണങ്ങളെ എല്ലാവരെയും ഉണർത്തി അവരെ എല്ലാം രക്ഷിച്ചുകൊണ്ട് മുരുക ഭഗവാന്റെ അടുത്തേക്ക് വരികയാണ്. അങ്ങനെ മുരുക ഭഗവാനും വളരെയധികം സന്തോഷമാവുകയാണ്. ദേവഗണങ്ങൾക്കും എല്ലാവർക്കും വളരെയധികം സന്തോഷമാവുകയാണ്.
അങ്ങനെ ആ യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യുകയാണ്, ഈ ഭൂതഗണങ്ങൾക്കെല്ലാം പുനർജന്മം നൽകി അനുഗ്രഹിച്ചും കൊണ്ട് എന്ത് ചെയ്യുകയാണ്, ശ്രീ സ്കന്ദദേവൻ യുദ്ധകളത്തിൽ നിന്ന് പുറപ്പെടുകയാണ്. അവിടെ നിന്ന് മുരുക ഭഗവാൻ പോവുകയാണ്. ഹരഹരോ ഹരഹര, ഹരഹരോ ഹരഹര, ഹരഹര മഹാദേവ, ഹരഹരോ ഹരഹര. അപ്പൊ ഇന്നത്തെ ഈ ഒരു ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത ഭാഗം എന്ന് പറയുന്നത് മായാപുരിയിൽ നിന്ന് ദേവഗിരിയിലേക്ക് എന്നുള്ള ഭാഗമാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വായിക്കാം. അപ്പോൾ എല്ലാവരും അത് വായിക്കാം. നമുക്ക് ഈ പറയുന്ന പുരാണങ്ങൾ, സ്കന്ദപുരാണങ്ങള്, ഗരുഡ പുരാണം ഉണ്ട്, നാരായണിയുണ്ട്, ഭഗവത്ഗീത, ഭാഗവത്, ഇങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ വായിക്കാം. അതോടൊപ്പം നമ്മുടെ കലിസന്ധരണ നാമമായിട്ടുള്ള ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഈ നാമവും നമ്മൾ പറയാട്ടോ. ഇതൊക്കെ നമ്മുടെ ഗുരുക്കന്മാര് നമുക്ക് അത്രയും അറിവുള്ളവരാണ് നമുക്ക് ഇതൊക്കെ പറഞ്ഞു തരുന്നത്. അപ്പൊ അത് നമ്മൾ കേൾക്കുക, അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവുക. നമുക്ക് എല്ലാം നമുക്ക് ആവശ്യമാണ്. എല്ലാവരും പറയുന്നത് നമ്മൾ കേൾക്കണം, എല്ലാം നമ്മൾ അംഗീകരിക്കണം. അപ്പോഴാണ് നമുക്ക് ആ ഭഗവാനിൽ ആ സാക്ഷാത്കാരം ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ നമ്മൾ എല്ലാ നാമങ്ങളും പറയുന്നതിനോടൊപ്പം തീർച്ചയായിട്ടും ഈ ഹരേ കൃഷ്ണ നാമം എല്ലാവരും പറയണം കേട്ടോ. അപ്പം ഇതെല്ലാം പറയുക, പ്രാർത്ഥിക്കുക. നമുക്ക് അറിയില്ലല്ലോ, നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. നമുക്ക് ഇപ്പം ഞാനായാലും ഭക്തിയിൽ അത്ര വലിയ ആളൊന്നും അല്ല, എനിക്ക് കൂടുതലായിട്ടോ അങ്ങനെ ഒന്നും അറിയില്ല. ഞാനും ഇതുപോലെ എൻ്റെ അമ്മാമ്മമാരൊക്കെ പറഞ്ഞു തന്നത് കേട്ട് വളർന്നാണ് വന്നിട്ടുള്ളത്. അതുപോലെ ഗുരുക്കന്മാരൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് കൂടുതലായിട്ട് അത് അറിയില്ല, ഭഗവാന് തന്നെ അറിയുള്ളൂ എല്ലാ കാര്യങ്ങളും. അപ്പം തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരെയും ബഹുമാനിക്കുക, ഗുരുക്കന്മാർ പറയുന്നത് നമ്മൾ കേൾക്കുക. തീർച്ചയായിട്ടും നമ്മൾ ഈ പറയുന്ന നാമങ്ങളൊക്കെ ജപിക്കുന്നതിനോടൊപ്പം കൂടെ തന്നെ നമ്മൾ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ ഈ നാമവും പറയാം കേട്ടോ. അതുപോലെ മുരുക ഭഗവാന്റെ അത്രയും പവർഫുൾ ആയിട്ടുള്ള നാമമാണ് ഓം വജത്ഫുവേ നമഃ എന്നുള്ള നാമം. അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് നന്നായിരിക്കും. ഷഷ്ടി വ്രതങ്ങളൊക്കെ മക്കളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, ഇപ്പം നിങ്ങൾക്കറിയാമല്ലോ, ഒരുപാട് മക്കൾക്ക് പല പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ചിലർ പറഞ്ഞ അനുസരിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ അവർ നന്നാവാൻ വേണ്ടിയിട്ടെല്ലാം നമുക്ക് എന്താ പറയുക, ഈ പറയുന്ന ഷഷ്ടി വ്രതമൊക്കെ എടുക്കുന്നത് നല്ലതായിരിക്കും. അതിനോടൊപ്പം അവരെ ഉപദേശിക്കുക, കുറച്ചു നേരം അവരെ നമ്മുടെ അടുത്ത് പിടിച്ചിരുത്തി അവരെ ഉപദേശിച്ച് അവർക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. മനസ്സിലായി? അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോവാം. ഹരഹരോ ഹരഹര. അപ്പം ഇനി ആരൊക്കെ വന്നിട്ടുള്ളതെന്ന് നോക്കാം കേട്ടോ. ബിപിൻ, ശ്രീ, മിഥുൻ, മാത്യു, ശ്രീജിത്ത്, അച്ചു, ബിനു, അശ്വതി, അജിത് എം, ഷിബു, ഗൗതം, സിബിൽ, ലക്ഷ്മിപ്രിയ. അപ്പം ഇത്രയും പേരാണെന്ന് വന്നിട്ടുള്ള കേട്ടോ. ഹരഹര മഹാദേവ, ഹരഹരോ ഹര. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഹരഹര മഹാദേവ, ഹരഹരോ ഹരഹര, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരഹരോ ഹരഹര.